താതന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC റേഡിയോ ശ്രോതാക്കളാവുന്ന സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് എല്ലാ ദിവസത്തെ പോലെയും പ്രഭാതത്തിലുള്ള നമ്മുടെ ആത്മീയമായ സദസ്സും ശേഷം ഭൗതികമായൊക്കെയും ഞാൻ അറിയേണ്ട ഇന്നലെയൊക്കെയായി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ജലീൽ മദവൂര്, നമ്മുടെ സിറാജ് പത്രവായനയും ഏകദേശം സമാപിച്ചു. കുറച്ചുകൂടി വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിന് ശേഷം ജലീൽ മൈക്കയിലേക്ക് വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടയിൽ പലവരും കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലൊക്കെയും അറിയേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെയും ബറക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെയും ഉൾക്കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാനും തുടക്കം കുറിക്കാനൊക്കെയും അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. കാരണം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സ്ത്രീകളുടെ ഔറത്താണ്, അല്ലെ? അപ്പൊ എപ്പോഴൊക്കെ ഒരു അന്യ സ്ത്രീയെ കാണാൻ പറ്റും, കാണൽ അനുവദനീയമായ സന്ദർഭങ്ങൾ, സുന്നത്തായ സന്ദർഭങ്ങൾ, അത്യന്താപേക്ഷിതമായ സന്ദർഭങ്ങളൊക്കെയും വിശദീകരിച്ചു വരുന്ന കൂട്ടത്തിൽ സാധാരണ ഒരു സുന്നത്തായ ഒരു അവസരമാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന സഹോദരിയെ ഒന്ന് കാണുക എന്നുള്ളത്. പക്ഷെ ഇതൊക്കെയും ഇന്ന് പല ആചാരങ്ങളും മാമൂലുകളും ഇതിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിലെ വലിയ ഒരു സുന്നത്തും, പ്രത്യേകിച്ച് ഒരു രണ്ടു വ്യക്തികളുടെ, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ ഒരുപാട് നിഷിദ്ധങ്ങളും ഒരുപാട് ഹറാമുകളും അല്ലാഹു തആലയും റസൂലുള്ളാഹിയും പൊരുത്തപ്പെടാത്ത കുറെ കാര്യങ്ങൾ കുത്തി നിറച്ച് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം. അതൊക്കെയും ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തിലാകുമ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന മക്കളൊക്കെ ഹൈറായിത്തീരുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ മുമ്പൊരിക്കൽ ചെറിയ സംഭവം പറഞ്ഞിരുന്നു, അത് നിങ്ങൾ മറന്നോന്ന് എനിക്കറിയില്ല. മറക്കാൻ സാധ്യത ഉണ്ട്. അതെന്താണാവോ ഉസ്താദ് പലതും പറച്ചലുണ്ട്, എന്താ ഇപ്പൊ പറഞ്ഞത് എന്ന് ഇപ്പൊ ഏതാന്ന് ഓർമ്മയില്ല. ഒരു മഹാനുഭാവന്റെ അടുക്കൽ വന്ന് ഒരു പിതാവ് വന്ന് പറയുകയാണ്, എന്റെ മോനെ ഹാഫിളാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു ഹാഫിളാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ മഹാനുഭാവൻ ചോദിച്ചു, മോൻക്ക് എത്ര വയസ്സായി? അപ്പൊ ഈ പിതാവ് പറഞ്ഞു, 1.5 വയസ്സായി. നമ്മളൊക്കെ ഇപ്പൊ എന്തല്ലേ 1.5 വയസ്സ് എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ ഏകദേശം 5, 6 അല്ലെങ്കിൽ ഒരു 11 വയസ്സൊക്കെ ആവുമ്പോഴാണ് നമ്മളൊരു കുട്ടിയെ ഹാഫിളാക്കാനൊക്കെ കൊണ്ടാക്കുക. പക്ഷെ ഈ മഹാനുഭാവൻ ഈ രക്ഷിതാവിനോട് പറഞ്ഞു, 1.5 വയസ്സായിക്കണെന്ന് പറഞ്ഞപ്പോ എന്തേ പറഞ്ഞത് എന്നറിയങ്ങള്? സമയം കഴിഞ്ഞു എന്നാണ്. എല്ലാം ചിന്തിക്കാൻ ഞാൻ ഒരിക്കലും വിശദീകരിച്ചിട്ടുണ്ട്. സമയം കഴിഞ്ഞു, കുട്ടിയെ ഹാഫിളാക്കേണ്ട സമയം കഴിഞ്ഞു. 1.5 വയസ്സായില്ല, ഇനി ആ കുട്ടിനെ ഹാഫിളാക്കാൻ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. എന്തെപ്പോ നിങ്ങൾക്ക് മനസ്സിലായി? അതിന്റെ അർത്ഥം എന്താണെന്നറിയങ്ങള്? ഈ കുട്ടി ഹാഫിളാവാൻ, നിനക്കുണ്ടാകുന്ന സന്താനം ഹാഫിളാവാൻ, ആലിമാവാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ മുമ്പ് ആ കുട്ടിയെ ഉൽപ്പാദിപ്പിക്കേണ്ട സ്ത്രീ അങ്ങനത്തെ പറ്റിയവളാവണമെന്ന് തീരുമാനിക്കേണ്ടിയിരുന്നു. അതിനാദ്യം അമ്മാനെ തെരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടിന്ന്. അതാണ് ഇപ്പൊ അതിന്റെ ആകത്തുക. അപ്പൊ നമ്മുടെ മക്കള് നന്നാവാൻ ആദ്യം ഈ മക്കളെ, ഒരു കൃഷിസ്ഥലാണല്ലോ അല്ലേ മക്കള് എന്നുള്ളത്, നമ്മുടെ ഒരു കൃഷിയാ. ആ കൃഷി എവിടെ ചെയ്യണം? എനിക്ക് നല്ല വിളവുള്ള കൃഷി ലഭിക്കണം, എന്റെ നെല്ല് നന്നാവണം, അല്ലെങ്കിൽ ഞാനുണ്ടാക്കുന്ന കൃഷി നന്നാവണമെങ്കിൽ ആ കൃഷി ചെയ്യുന്ന സ്ഥലം ആദ്യം നന്നാവണം, അല്ലേ? ആ കൃഷി ചെയ്യുന്ന സ്ഥലം ആദ്യം നന്നാവണം, അപ്പലേ അതിലുണ്ടാവുന്ന കൃഷി നന്നാവുള്ളൂ. അപ്പൊ ഈ മഹാനുഭാവൻ പറയാണ്, വയസ്സ് കഴിഞ്ഞുപോയി, പ്രായം കഴിഞ്ഞുപോയി,
കാരണം നിന്റെ കുട്ടിക്ക് 1.5 വയസ്സായില്ലേ, ഈ കുട്ടി ഉണ്ടാകുന്നതിന്റെ മുമ്പ് നീ ആലോചിക്കേണ്ടത്, ഞാൻ കല്യാണം കഴിക്കുന്ന സ്ത്രീ, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ്, ഇതിന് പറ്റാവുന്ന കുഞ്ഞിനെ പ്രസവിക്കണം എനിക്ക്. അപ്പൊ അതിന് പറ്റാവുന്ന കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ അതിന് പറ്റാവുന്ന ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കണം. ഞാനൊരു ചെറിയ പെണ്ണ് കാണാൻ പോവുക, നമ്മുടെ വിഷയം ഇപ്പൊ ഇതൊന്നും അല്ല കിടക്കുന്നത്. നമ്മുടെ വിഷയം പെണ്ണ് കാണാൻ പോകുമ്പോ എത്ര വട്ടം നോക്കാൻ പറ്റും ആ പെണ്ണിന്റെ മുഖത്തേക്ക്? അതൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുടെ സംശയമാണല്ലോ അല്ലേ. സാധാരണ ഒരു അന്യ സ്ത്രീയെ നോക്കാൻ ഭയമുള്ള പലവരും ഉണ്ടാവും. ഒരുപാട് ആളുകള് അന്യ സ്ത്രീകളെ നോക്കാൻ ചിലപ്പോ നാട്ടുകാരെ പേടിച്ചിട്ട് നോക്കാത്തവരുണ്ടാവും. ഓലെ പറ്റിയല്ല നമ്മളെ ചർച്ച. നാട്ടുകാരെ പേടിച്ചിട്ട് നോക്കാത്ത ആൾക്കാരുണ്ടാവും. ഓലെ പറ്റി നമുക്ക് ചർച്ചയില്ല. അള്ളാനെ ഭയപ്പെട്ട് നോക്കാത്ത ആളുകൾ, അവരെ കുറിച്ച് ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ പോവുകയാണ് ഒരു വിവാഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ എത്ര പ്രാവശ്യം നോക്കാം? സ്വാഭാവികമായും ഒരു അന്യ സ്ത്രീയാണല്ലോ നോക്കുന്നത്, വികാരം വരുമല്ലോ അല്ലേ. ഇവന് ഏകദേശമൊക്കെ ആ പെൺകുട്ടിയുടെ ഒരു ഭംഗിയൊക്കെ ഇവന്റെ ഒരു കൽബിലുണ്ടാവും അല്ലേ. ചിലപ്പം ബ്രോക്കർമാരൊക്കെ പറഞ്ഞു മൂപ്പിച്ചിട്ടുണ്ടാവും, ഇവൻ എന്താ കുത്തിച്ചിട്ട അമ്മാതിരി കുറ്റീനൊന്നും ഞാൻ കുറെ കാലമായി ബ്രോക്കർ പണി തുടങ്ങിയിട്ട്, പക്ഷെ എത്ര രസമുള്ളൊരു കുറ്റീനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ലോണം മൂപ്പിച്ചിട്ടുണ്ടാവും. ഈ മൂപ്പിച്ചതും കേട്ടിട്ടാണ് നമ്മളിപ്പോ അത് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളെ മനസ്സിലും പല ചിന്ത ഉണ്ടാവും. പണ്ട് ബ്രോക്കർ പറഞ്ഞൊരു വർത്താനുണ്ട്. അപ്പൊ ചോദിച്ചു എങ്ങനെന്ത് ചെക്കെന്ന് ചോദിച്ചു. ചെക്കണ്ടല്ലോ, നടന്ന് കിട്ടിയ കഴിച്ചിലായിനാണ്. ചെക്കനെന്ത് എങ്ങനെന്തെന്ന് ചോദിച്ചപ്പോ ബ്രോക്കർ പറഞ്ഞത് എന്താ, നടന്ന് കിട്ടിയ കഴിച്ചിലായിനാണ്. അപ്പൊ വാപ്പിയും വിചാരിച്ച് നല്ല കാര്യക്കാരൻ, വാപ്പിയും വിചാരിച്ച് നല്ല കാര്യക്കാരോ. കാരണം നടന്ന് കിട്ടിയ കഴിച്ചിലായിനല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഈ കാണാനൊന്നും പോയില്ല. ഈ കാണാൻ പോവാത്തതിന്റെ അബദ്ധ ഞാൻ പറയുന്നത്. ആരെങ്കിലൊക്കെയും പറയുന്നത് കേട്ട് നമ്മൾ കല്യാണം കഴിക്കാൻ നിന്നാൽ ചിലപ്പോ അബദ്ധത്തിൽ ചാടും. ഈ ബ്രോക്കറെ വർത്താനം കേട്ട് പിന്നെ വാപ്പ ചെക്കനെ കാണാനൊന്നും പോയില്ല. കാരണം ബ്രോക്കർ നടന്ന് കിട്ടിയ കഴിച്ചിലായി എന്നാണ്. പിന്നെ നമ്മളൊന്നും ആലോചിക്കാനില്ല. നല്ല കാര്യമായിരിക്കും, നല്ല ടീമായിരിക്കും, നല്ല ചെക്കനായിരിക്കുന്നതാണ്. പക്ഷെ ചെക്കൻ പുതിയാപ്പല വരുന്നത് വീൽ ചെയറിലാണ്. വീൽ ചെയറിലായി നമ്മൾ ഈ കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണായാലും ചെക്കനായാലും ആദ്യം ഒന്ന് കാണണം. അപ്പൊ ചെക്കൻ പുതിയാപ്പല വരുന്നത് വീൽ ചെയറിലാണ്. അതിന് വാപ്പ വെച്ച് ബ്രോക്കർ എന്ത് പനിയ മനുഷ്യർക്ക് കാട്ടിയത്, ഇമ്മാതിരി ഒരു വികലാംഗനെയാണോ ജിക്ക് എന്റെ മകൾക്ക് പുതിയാപ്പല? ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞില്ലേ നടന്ന് കിട്ടിയ കഴിച്ചില്ല. പക്ഷെ ബ്രോക്കറിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നടന്ന് കിട്ടിയ കഴിച്ചിലായി എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ വാപ്പ വിചാരിച്ചത് കല്യാണം നടന്ന് കിട്ടിയ കഴിച്ചിലായിനാണ്. പക്ഷെ ബ്രോക്കർ പറഞ്ഞ് ചെക്കൻ നടന്ന് കിട്ടിയ കഴിച്ചിലായിനാണ്. അപ്പൊ ഞാൻ കാണാതിരുന്നാലെ കുഴപ്പങ്ങൾ ഇതാ. ആരെങ്കിലൊക്കെ വർത്താനം കേട്ട് അത് നല്ല പെൺകുട്ടിയാ, ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് കുറെ കാലം കണ്ടൊരു കുട്ടി അല്ലെ ജലീല, ചിലപ്പോ നമ്മളെ ചെറുപ്പക്കാരൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ, ഇത് ധൈര്യമായി കഴിച്ച ഞാൻ ആ കുട്ടീനെ സ്കൂളിൽ പോകുന്ന കാലത്ത് കുറെ കണ്ടതാന്ന് പറയും അല്ലേ. കുറെ കണ്ടതാണ്. അപ്പൊ നമ്മളും വിചാരിച്ചു എന്നാ പിന്നെ ഉസാരേക്കാണ്. അതൊന്നും ശരിയല്ല. കാണൽ സുന്നത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ അധികം ഒരു താല്പര്യപ്പെടുത്തിയ ഒരു കാര്യമാണ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്ന ആ സ്ത്രീയെ ഒന്ന് കാണുക എന്നുള്ളത്. സുന്നത്താണെങ്കിലും ആ സുന്നത്തിന്റെ പിന്നിൽ വലിയ ഒരു ഗുണം അതിന്റെ പിന്നിലുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് പറഞ്ഞു, ഇന്നി തസവ്വജതു ഇംറാഅതൻ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തസവ്വജതു എന്നാണ് ഞാൻ വിവാഹം ചെയ്തു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൻളു ഇലൈഹ, എന്നാ ആ പെണ്ണിലേക്കൊന്ന് നോക്കിക്കാളാനാണ്. അപ്പൊ ഈ ഞാൻ കല്യാണം കഴിച്ചു എന്നാ ആ പെണ്ണിലേക്ക് നോക്കിക്കാളാന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അപ്പൊ ഇവിടെ ഞാൻ തസവ്വജതു ഇംറാഅതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ അങ്ങനെ കരുതുന്നുണ്ട്, ഞാൻ അങ്ങനെ ആലോചന ഉണ്ട് നബിയെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൻളു ഇലൈഹ, എങ്കിൽ ഇതാ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ
ഒന്ന് ആ പെണ്ണിലേക്കൊന്ന് നോക്കിക്കാല. എന്തേ കാരണം? ഫഇന്ന മിൻ അയ്യുനിൽ അൻസാരി ശൈഅൻ, ഈ അൻസാരികളുടെ ചില അൻസാരികളുടെ കണ്ണില് എന്തോ ഒരു ചെറിയ തകരാറുണ്ട്, ഒരു ഭംഗി, ഒരു സാധാരണ നോക്കുമ്പോൾ ഇഷ്ടപ്പെടാൻ പ്രയാസമുള്ള ഒരു അഭംഗിയായി തോന്നുന്ന ചില കാര്യങ്ങള് ഈ അൻസാരികളാവുന്ന ചില വ്യക്തികളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിന് കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനും അങ്ങനെ ആ കണ്ണിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ദുഃഖിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു മാനസികമായ ഒരു പ്രയാസം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഒരു തകരാറ് കണ്ണിലുണ്ടോന്ന് നോക്കാലാ. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് ചില ആളുകൾക്ക് ചില നാട്ടുകാർക്കൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളും പറയില്ലേ, അബത്തെ ആ നാട്ടുകാർക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ട്, അതൊന്ന് ആലോചിച്ച് നല്ലതാ. എല്ലാ നാട്ടുകാർക്കും ഉണ്ടാവില്ല. ഞാനിപ്പോ ഏതെങ്കിലും ഒരു നാട് പറഞ്ഞിട്ട് ആ നാട്ടുകാരെ മോശമാക്കാൻ പറ്റൂലല്ലോ, അത് വലിയ തെറ്റാ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൈപ്പറക്കാരൊക്കെയും പോക്കാന്ന് പറയാം. അത് ഇസ്ലാമികമായ അതൊരു ഭാഗം മസാല കടന്നു വരുന്നുണ്ട്. ഞാൻ പൈലേക്ക് കിടക്കുന്നില്ല. അപ്പൊ നമ്മളും ചില ആളുകൾ പറയും, ആ നാട്ടിന്നല്ലേ, ആ നാട്ടുകാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതിപ്പോ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതിയെന്നൊക്കെയും പറയും. അതിപ്പോ പൊതുവിലൊരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനത് മനസ്സിലാക്കിയെന്നോ ചർച്ചയുണ്ട്. കാരണം ഒരു പെണ്ണിനെ, ഒരു അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു സഹാബിയോട് ഒന്ന് പോയി കാണാൻ പറയാണ്. അതിന് കാരണം റസൂലുള്ള പറഞ്ഞത് എങ്ങനെയാണ്? ചില അൻസാരികളിൽപ്പെട്ട ചില വ്യക്തികൾക്ക് കണ്ണില് ഒരു മഞ്ഞ, ഒരു പൂച്ചക്കണ്ണിന്റെ മാതിരി, അത് ആ ഹദീസ് വിശദീകരിക്കുന്നേരത്ത് മഹാന്മാര് പറയുന്നുണ്ട്. അതായത് സാധാരണ നോക്കുമ്പോൾ ഒരു ഭംഗി തോന്നാത്ത ഒരു അവസ്ഥ ഉണ്ട്. അതെങ്ങനെ റസൂലുള്ളാഹിക്ക് മനസ്സിലായി? അതിന് 3 കാരണമാണ് മഹാന്മാര് പറയുന്നത്. അതായത് ചില അൻസാരികളാവുന്ന സഹാബികളുടെ കണ്ണിൽ റസൂലുള്ള അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള പുരുഷന്മാരുടെ കണ്ണിൽ അങ്ങനെ കണ്ടതുകൊണ്ട് ആ വർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ടാണ് റസൂലുള്ള ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സഹാബിയോട് അങ്ങനെ കൽപ്പിച്ചത്. അതല്ലെങ്കിൽ എന്താവാം, ജനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ ഇങ്ങനെ അൻസാരികളാവുന്ന സ്ത്രീകൾക്ക് കണ്ണിലേക്ക് നോക്കുമ്പോ ഇഷ്ടപ്പെടാത്ത ഒരു പ്രത്യേകമായ അടയാളം അവരുടെ കണ്ണിലുണ്ടെന്ന് ജനങ്ങളൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ നിലക്കാണ് റസൂലുള്ളാഹി ഈ കാര്യം കൽപ്പിച്ചത് ഈ സഹാബിയോട്. അതൊന്ന് പോയി നോക്കിയിട്ട് കല്യാണം ഉറപ്പിച്ചാൽ മതി. പിന്നെ കല്യാണം കഴിഞ്ഞാല് നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രകൃതി ആ പെണ്ണിന്റെ കണ്ണില് അല്ലെങ്കിൽ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിനക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ ദുഃഖത്തിന് കാരണമാകും എന്നാവാം. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി കിട്ടി. അപ്പൊ ചുരുക്കത്തില് ഏതോ നിലക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു വിവരമുണ്ട്. അൻസാരികളാവുന്ന ചില സഹോദരിമാരുടെ കണ്ണിൽ സാധാരണ നോക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു പ്രകൃതി അവരുടെ കണ്ണിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കുന്നതാണ്. നോക്കിങ്ങള്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭാവിയിൽ ഒരു ഖേദം വരാതിരിക്കാൻ പലപ്പോഴും ഞാൻ അവരെ ഒരു കാര്യം കൂടി ഉണർത്തി. അത് സംബന്ധമായ ഒരുപാട് ഹദീസുകളുണ്ട്. ഇന്നലെ ഞാൻ ആ ക്ലാസിന്റെ അവസാനത്തിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുഗീറത്ത് ബിൻ ശുഅബ 70ഓളം കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാണ്. മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു എത്ര കല്യാണം? 70ഓളം കല്യാണം കഴിച്ചിട്ടുണ്ട്. മൂപ്പര് പറയാണ്, വഖത്ത് തസവ്വജതു 70 അമ്രാത്തൻ, ഞാൻ 70ഓളം പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരേ സമയത്തല്ല, ഒന്നിനെ കെട്ടി പിന്നെ കെട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ആ മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇത്ര പെണ്ണൊക്കെ ഞാൻ കെട്ടിയെങ്കിലും ഞാൻ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചൊരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെയും എന്റെയും മെതയിൽ കിട്ടിയ സ്നേഹം മറ്റു ഒരു ഭാര്യന്മാരിലും ഉണ്ടായിട്ടില്ല. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എല്ലാ ചെറുപ്പക്കാരും, ഉമ്മാക്കും പങ്ങൾക്കും പറ്റിയെങ്കിൽ നിൽക്കും പറ്റി, അനക്ക് പറ്റിയ വാപ്പാക്ക് പറ്റിയ നിൽക്കും പറ്റി,
എത്ര ആളുകള്, എത്ര ഹറാമത്. വാപ്പാക്കും ഉമ്മാക്ക് എല്ലാവർക്കും പറ്റിയ നിക്കും പറ്റി. ഇത് ഹറാമാ നമ്മൾ ചിന്തിക്കുന്നത്. ഈ വാപ്പാക്ക് ഈ പെണ്ണിനെ കാണാൻ പറ്റുമോ? മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ആ കബിൽത്തു അല്ലെ, ആ പെണ്ണിന്റെ പിതാവ് ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു, ഇന്റെ മോളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, തന്റെ മകൻ ഞാനത് സ്വീകരിച്ചു എന്ന് പറയുന്നത് വരെ ആ മകന്റെ ഭാര്യയായി വരുന്ന പെണ്ണിനെ കാണാൻ ഇസ്ലാമിൽ ഒരു പഴുതില്ല. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതൊരു നാട്ടാചാരും മാമൂലുകളൊക്കെയും പലതും നടക്കുന്നുണ്ട്. ആദ്യം വാപ്പിൻ ജ്യേഷ്ഠന്മാരും ഉമ്മിയും പെങ്ങന്മാരും എല്ലാവരും പോയി വെക്കുക, കുറെ ആണുങ്ങൾ എല്ലാവരും പോയി വെക്കുക. നിങ്ങൾ എന്തു പറഞ്ഞാലും നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം ഞാൻ പറയുന്നത്, ഇനിയിപ്പോ ഏതെങ്കിലും മദ്ഹബിൽ അങ്ങനെ വലിച്ച കൗലോക്കിയിലുണ്ടോ എനിക്കറിയില്ല. മഹാനായ മാലിക് ഇമാമിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് നിങ്ങള്, അവിടെ ഈ പെണ്ണിനെ കാണാൻ പോകുമ്പോ ഈ പെണ്ണിന്റെ സമ്മതം വേണോ വേണ്ടേന്നോ ചർച്ച ഉണ്ട്. ഈ പെണ്ണിന്റെ സമ്മതം വേണോ വേണ്ടേ, അവിടെ ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും അതുപോലെ തന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് പെണ്ണിന്റെ സമ്മതം വേണ്ടാനാണ്. പക്ഷെ മാലിക് ഇമാമിന്റെ ഒരു അഭിപ്രായം പെണ്ണിന്റെ സമ്മതം എന്തെങ്കിലേ നോക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു വിശാലമായ ചർച്ചകൾ ഉണ്ട് വരെ. അപ്പൊ ഞാൻ പറയുന്നത് വലിയ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. അത് അള്ളാഹു പൊരുത്തപ്പെടാത്ത കുറെ കാര്യങ്ങൾ ചെയ്ത്, കുറെ ഹറാമ് ചെയ്ത്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് വാച്ച് കെട്ടിക്കൊടുത്ത് കല്യാണം മുടങ്ങുന്ന വിഷയത്തിൽ എത്തുമ്പോ അതിന്റെ മസല വരും. ഇപ്പൊ നമ്മൾ പെണ്ണ് കാണാൻ പോകും, പെണ്ണിനെ ഇഷ്ടപ്പെടും, അപ്പൊ വാച്ച് കെട്ടിക്കൊടുക്കും, കല്യാണം മുടങ്ങും, അപ്പൊ നമ്മളെ ചർച്ച വരും അത് മുടങ്ങാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പെണ്ണിനെ കാണാൻ പോകുന്നല്ലേ, ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഇഷ്ടപ്പെട്ടതിന്റെ ശേഷമല്ലേ വാച്ച് കെട്ടിക്കൊടുക്കല്. എത്ര ഹറാമാണ് ചെയ്യുന്നത്. ഏത് വാച്ച് കെട്ടിക്കൊടുക്കല് ഹറാമുകളല്ല ഞാൻ പറഞ്ഞത്. എന്താണ് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യുന്നത്? ഈ ഭർത്താവാൻ പോകുന്ന അല്ലെ, അല്ലെങ്കിൽ ഈ പുതിയാപ്പളയാവാൻ പോകുന്ന പുരുഷനും അവന്റെ സുഹൃത്തുക്കളും പെണ്ണിന്റെ കയ്യുമ്മ ഈ ആഭരണം ധരിപ്പിച്ചു കൊടുക്കുകയാണ്. ഫിഖിന്റെ എല്ലാ കിതാബിലും വളരെ വ്യക്തമായി പറയുന്നു, വിവാഹം ആലോചിക്കപ്പെടുന്ന സഹോദരിയെ നോക്കൽ അനുവദനീയമാണ്, തൊടൽ ഹറാമാണ്. എന്റെ ക്ലാസ് റൂമിലുള്ള KMIC-യിലുള്ള കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന ചെറുപ്പക്കാരോടും അതുപോലെ തന്നെ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന രക്ഷിതാക്കന്മാരോടും എല്ലാവരോടും ഞാൻ പറയുന്നു, നാട്ടിൽ പലതും നടന്നേക്കാം. അല്ലാഹു തആലയും റസൂലുള്ളയും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളൊക്കെയും ചെയ്ത് ഞാൻ അതിനൊരുങ്ങിയാൽ അതൊക്കെ വലിയ നഷ്ടം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും അവരിൽ നിന്ന് പിറക്കാൻ പോകുന്ന മക്കളിലുമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതൊക്കെ നമ്മള് ഒരു മാമൂലായിട്ട് എന്തെങ്കിലും ചെയ്യല്ല. ഇപ്പൊ ഞാനിപ്പോഴും മൊയിലേരാണല്ലോ, ചിലവരൊക്കെ ഈ പുതിയെന്നിറങ്ങാൻ നേരത്തെ ദ്വാരക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ പരിപാടിക്ക് തന്നെ പോക്കില്ല. കാരണം അതൊക്കെ ഒരു മാമൂലായിട്ട് മാറിക്കുക. പെണ്ണുങ്ങൾക്ക് തലയിൽ മുണ്ടില്ല, ഔറത്തും മറച്ചിട്ടില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ കലർന്നിട്ട് അതിന്റെ ഇടയിൽ ഇപ്പൊ ഞമ്മള് പാർട്ടി എഴുതുവാൻ റഹ്മത്ത് ഇറങ്ങുന്ന നിക്ക് തോന്നണ്ടേ. ഞാൻ ആ പരിപാടിക്ക് ഇനിയിപ്പൊ നിങ്ങൾ വാണെങ്കിൽ ഇറങ്ങി, നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മാതിരി ഇരിക്കണം. അതിപ്പോ ആരെങ്കിലും പെണ്ണുങ്ങൾ തയ്യാറാവൂ? ജലീല് ഏതെങ്കിലും പെണ്ണുങ്ങൾ എല്ലാവരും അകത്ത് കയറി ഔറത്തൊക്കെ മറച്ചിട്ടേ പുതിയതിന്റെ ഒപ്പങ്ങൾ പോകുള്ളൂ എന്നെങ്കിൽ ഞാൻ ദ്വാരക്കാൻ കൂടാന്നറിയാം. ഇനിയിപ്പോ അതാരും കിട്ടൂല്ല. ഇതൊക്കെ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്യല്ല, നമ്മളൊരു ഇസ്ലാമികമായ ജീവിതത്തിലേക്ക് കാലുവെക്കുക. ആ തുടക്കം മുതൽ തന്നെ അള്ളാഹുവിന്റെ ശാപം നമ്മൾ ഏറ്റുവാങ്ങുക. ഒരു വാച്ച് കെട്ടുകയെന്നും പറഞ്ഞിങ്ങാണ്ട് ആഭരണം ധരിക്കാൻ വേണ്ടി ഈ വിവാഹം നിക്കാഹ് ചെയ്യപ്പെടാത്ത സഹോദരിയുടെ കയ്യും പിടിച്ച് അതിന് കുറെ ചെക്കന്മാര് ചുറ്റുഭാഗത്ത് ക്യാമറയിൽ മൊബൈലിൽ അത് പകർത്തുക, എന്നിട്ട് പല സുഹൃത്തുക്കൾക്കും വാട്സപ്പിലൊക്കെ വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഒരു തിരുനോട്ടം, അള്ളാഹുവിന്റെ ശാപമല്ലേ ഈ ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നത്. ഇനി നമ്മൾ അതിലുണ്ടാവുന്ന മക്കളൊന്നും നന്നായില്ല എന്ന് പറഞ്ഞാൽ എവിടെന്നാ കാര്യം? ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. ഞാൻ കുറെ മുന്നേ
ഏകദേശം എന്റെ ഒരു ഓർമ്മയില് ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ ഒരു വിഷയം ക്ലാസ് റൂമിൽ പറഞ്ഞിട്ട്. ആ ഒരു ക്ലാസ് കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വിളിച്ചു, ഉസ്താദെ ഞാൻ അതേ രൂപത്തിൽ എന്റെ ഭാര്യയുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, എനിക്കുണ്ടാവുന്ന കുട്ടി നല്ല ഹാസിലാവാൻ ഉസ്താദ് ദ്വാരക്കണമെന്ന്. അത് പിന്നെ പ്രസവിച്ചോ ഇല്ലേ എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. മഹാന്മാരാവുന്ന നമ്മളെ ഷഹറാനി ഇമാമിനെ പോലത്തെ മഹാന്മാര് പറയാൻ, ഒരു ഭാര്യയുമായി ബന്ധപ്പെടുന്ന നേരത്ത് സ്ഖലനം സംഭവിക്കുന്ന ഒരു നേരം ഉണ്ടല്ലോ, പുരുഷനൊരു സ്ഖലനം സംഭവിക്കുന്ന നേരം, ആ നേരത്ത് അവന്റെ ഖൽബിൽ അല്ലാഹ് എന്ന ചിന്തയോട് കൂടെയാണ് ആ സ്ഖലനം സംഭവിക്കുന്നതെങ്കിൽ അതിൽ ജനിക്കുന്ന കുഞ്ഞ് അള്ളാനെ ഭയപ്പെടുന്ന കുഞ്ഞായിട്ടേ വളരൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ കുറച്ച് പണിയെടുക്കണം. നമുക്ക് തോന്നിയ മാതിരി എല്ലാവിധ ഹറാമും കാട്ടിക്കൂറ്റൊരു കല്യാണം, എല്ലാവിധ പേക്കൂത്തും നടത്തിയ ആ കല്യാണം, എന്നിട്ട് നമുക്ക് തോന്നിയ മാതിരി എന്തൊക്കെയോ ഒരു ചേക്കേറല്, അതില് മക്കളെന്തായി, അവസാനം മക്കളൊന്നും പിടുത്തം കിട്ടുന്നില്ല. അല്ലാഹു തആല നമുക്കുണ്ടായ മക്കളൊക്കെയും അള്ളാഹുവിനെ ഭയപ്പെടുന്ന, മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന, ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ. ഇനി നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കളൊക്കെയും അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊക്കെയും പറയുന്നു, ഞാനത് ചില കാര്യങ്ങൾ നമ്മൾ ഉണർത്തുന്നത് നല്ലതാണ്. ആരും എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ചില ചെറുപ്പക്കാരൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് റൂം കേട്ടിട്ട് കുറെ ആൾക്കാരൊക്കെ അത് ഒഴിവാക്കി എന്ന് പറഞ്ഞു. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. നാട്ടിൽ വരുമ്പോ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മൊബൈലിൽ പകർത്തി അത് ഗൾഫ് കൊണ്ടുപോയി കണ്ട് രസിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാവുന്ന മക്കള് അതെന്തായിത്തീരും? ഒരു അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു രംഗമല്ലല്ലോ. അതുകൊണ്ടാലോ മഹാന്മാർ പറഞ്ഞൊരു വാക്കുകൾ ആരും മറക്കരുത്. ആ സ്ഖലന നേരത്ത് നമ്മുടെ കൽബിൽ അല്ലാഹ് എന്നുള്ള ഒരു ചിന്ത വരാൻ പ്രത്യേകം നമ്മൾ ആ സമയത്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കളെ നമുക്ക് ഉപകാരം ചെയ്യുക. അള്ളാഹു ഉപകാരമുള്ള മക്കളാക്കി തീർക്കുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, തൊടാൻ ഒരിക്കലും പാടില്ല. അപ്പൊ കാണാനുള്ളത് വലിയൊരു സുന്നത്താണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതെന്താ? അത് നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു സ്നേഹബന്ധം നിലനിർത്താൻ, ദായിമാവാൻ, അത് ഊറ്റി ഉറപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ആ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന സഹോദരിയെ ഒന്ന് കാണുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഇന്നലെ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട്, ഒന്നുകൂടി ഉണർത്തുകയാണ്. ഒരാൾക്ക് ഞങ്ങൾ ഒരു പെണ്ണിനെ കാണാൻ പോവാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ ഓനത് ഉദ്ദേശിക്കണില്ല, അങ്ങനെയും വരാം. ഒന്നിരിക്ക അവൻ കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കാണാൻ പോവാൻ അവർക്ക് സൗകര്യം ഇല്ല, അല്ലെങ്കിൽ അവന്റെ സ്വന്തം നഫ്സ് കൊണ്ടൊന്ന് പോയി കാണണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രണ്ടു കോലത്തിലും എന്ത് സുന്നത്താണ്? ഒന്നിരിക്കൽ ആ പെൺകുട്ടിയെ നോക്കൽ അനുവദനീയമായ ഒരു പുരുഷനെ പറഞ്ഞേക്കാം. എന്നിട്ട് ആ പെൺകുട്ടിയെ കണ്ട് വിവരങ്ങൾ വന്ന് ഇവനോട് പറയാ, അല്ലെങ്കിൽ പറ്റാവുന്ന സ്ത്രീകളെ പറഞ്ഞേക്കാം. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും പറ്റും. നമ്മൾ ആ പെൺകുട്ടിയെ പോയി കണ്ടു, ഒന്നും കൂടി വേണമെങ്കിൽ ഉമ്മാനെയും പങ്ങന്മാരെയൊക്കെ ഒന്ന് പറഞ്ഞേക്കാം, അതും നല്ലതാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ കാര്യം നീ അതൊന്ന് പോയി നോക്കിക്കാളാ. എന്നാൽ നിനക്കതൊരു സ്നേഹം, നീ ഒരു കുഴപ്പമില്ലെങ്കിലും സ്നേഹം ഉണ്ടാകും. മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ 70ഓളം കല്യാണം കഴിച്ചു, പല സന്ദർഭങ്ങളിലായി. പക്ഷേ റസൂലുള്ളാന്റെ കൽപ്പന മാനിച്ച് ഞാൻ ആദ്യം കണ്ട് കല്യാണം കഴിച്ച ആ പെണ്ണിന്റെയും എന്റെയും ഇടയിൽ കിട്ടിയ സ്നേഹം, അത്ര സ്നേഹം മറ്റു ഭാര്യന്മാരേതേലും എനിക്കുണ്ടായിട്ടില്ല. അപ്പൊ എന്ത് ആകത്തുക ഇന്നലെയും ഇന്നുമായി ഞാൻ പറഞ്ഞതെന്താ? നല്ലൊരു കാര്യമാണ്. അത് നമ്മളൊരു നെറ്റ് വഴിക്ക് കാണുക, അല്ലെങ്കിൽ ഫോട്ടോ വഴിക്ക് കാണലൊക്കെ ഒഴിവാക്കി പരമാവധി നമുക്ക് തന്നെ ഒന്ന് നേരിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണ് എന്ന് പ്രത്യേകം. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം ചിന്തകളിൽ നിന്ന് അങ്ങക്കൊക്കെയും പറ്റിയ എനിക്കും പറ്റി സംഗതി ഞാൻ പറയാം.
സംഗതി ഉമ്മാക്ക് പച്ചീച്ചുണ്ടാവും, പെങ്ങന്മാർക്ക് പച്ചീച്ചൊക്കെ ഉണ്ടാവും. അവര് കണക്കാക്കിയത് എന്താണ്? അവര് ചിലപ്പം കണ്ണോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊന്നും ശ്രദ്ധിച്ചു അവർക്ക് കാണാൻ നടണ്ട പെങ്ങളെ അല്ല വെളുത്തിട്ട. എന്റെ കഴിവിൽ ഇഷ്ടം പോലെ ഉണ്ട് നല്ല നല്ല പെൺകുട്ടികളെ, നല്ല ദീനിയായ നല്ല കുടുംബത്തിൽപ്പെട്ട സഹോദരിമാരെ ആങ്ങളാറ് കല്യാണം കഴിക്കാതിരുന്നത് പെങ്ങന്മാരെ വാക്ക് കേട്ടിട്ട്. എന്താ പെങ്ങന്മാര് വേണ്ടത്? നറല്ല. കാരണം പെങ്ങന്മാരൊക്കെ നല്ല നറല്ലോലായിരിക്കും. അപ്പൊ അവരുടെ കൂട്ടത്തിലേക്ക് നിറം കൊണ്ടൊക്കണേന്ന് ഇവര് തെരഞ്ഞെടുക്കുന്നത് അവരെ വിഷയം. ഇവരിപ്പോ ഒരു പെണ്ണിന്റെ സൗന്ദര്യങ്ങളുണ്ട്. ഒരു മുഖത്തേക്ക് നോക്കിയാൽ പെണ്ണിന് ചില സൗന്ദര്യങ്ങളുണ്ട്. ജലീലെ ഞാൻ പറഞ്ഞുതരാം, വാണെങ്കിൽ ഞാനൊന്നിങ്ങനെ സൂചിപ്പിക്കുവാണെങ്കിൽ ഒക്കെ ഒന്ന് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേൾക്കാൻ അള്ളാഹു തോഫീക്ക്. കുറെ ദേശത്തെ പറയുള്ളൂ എന്ന് മാത്രം, പുള്ളി ഞാൻ തുറന്ന് പറയില്ലൊക്കെ. ചിലരൊക്കെ ഇങ്ങനെ ഡാഷ് വാക്യങ്ങളെ ആരെങ്കിലും ബോധിപ്പിക്കേണ്ടി വരും. ഇരിക്കട്ടെ, ഞാനൊരു അനുഭവം പറയുന്നത്. ഇമ്മാക്കും പെങ്ങന്മാർക്കും പറ്റിയ എനിക്കും പറ്റിയെന്നാണല്ലോ കുഴപ്പമില്ല. ഇമ്മി പെങ്ങളും ആകെ നോക്കുന്നത് ഓൾക്ക് നല്ല നറുണ്ട് അല്ലേ? ഓൾ നല്ല നറുള്ള ടീമാണ്. അപ്പൊ അതിന് പറ്റിയ ഇവലൊപ്പം കാറ് പോകുമ്പോ, ഇവലൊപ്പം വിരുന്നിന് പോകുമ്പോ, ഇവലൊപ്പം സൽക്കാരത്തിന് പോകുമ്പോ ആങ്ങളുടെ ഭാര്യ നിറം വേണം. ഇവർക്ക് അതേ നോക്കുള്ളൂ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്നാണ് നിറം അല്ലേ ഉസ്മാൻ മൊയ്ലിയരെ? ഒരു പെണ്ണിന്റെ നിറം എന്ന് പറഞ്ഞാൽ കുറെ നിറം ഉണ്ടാവില്ല, നിറമുള്ളതൊക്കെയാണ് ഇന്ന. അപ്പൊ അവരെന്താ? നിറമുള്ള വെളുപ്പ് കൂടിയ പെണ്ണിന് പ്രതിരോധ ശക്തി കുറയുന്നതാണ്. അങ്ങനെ നിങ്ങൾ രതിക്കോൽ സർവേ നടത്തിക്കോല്, ആരോഗ്യം ശരീരശാസ്ത്രം. അങ്ങനെ നിറം കൂടിയ പെണ്ണിന് പ്രതിരോധ ശക്തി കുറയുന്നതാണ്. അവരെപ്പോഴും രോഗിയായിരിക്കും. നേരെ മറിച്ച് നല്ല അത്ര നിറമില്ലെങ്കിലോ പ്രതിരോധ ശക്തി കൂടും. കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരില്ല. ആ പെണ്ണിന് അത്ര വലിയ രോഗമൊന്നും ഉണ്ടാവില്ല അല്ലേ? നേരെ മറിച്ച് കാണാൻ നല്ല നിറം ഉണ്ടാവും, പക്ഷേ എപ്പോഴും രോഗവും പ്രയാസങ്ങളെ കൊണ്ട് കഷ്ടപ്പെടും. കൂട്ടത്തിൽ അവരെ ഒരു ചെറിയ മസാല പറയാം. അമിതമായ ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കൽ കഥാകത്ത ജലീലെ. അമിതമായ ഭംഗി ഉള്ള പെണ്ണിനെ കല്യാണം കഴിക്കൽ കഥാകത്ത എന്താ കാണാൻ വരുമോ? പിന്നെ ചെക്കന്മാരൊക്കെ ഈ പെണ്ണിനെ കാണാൻ നടക്കും. അങ്ങനെ കുഴപ്പമുണ്ട്. ഇപ്പൊ ഒരാളുടെ ഭാര്യ നല്ല കാണാൻ ചൊരുക്കുള്ള പെണ്ണാണെന്ന് മനസ്സിലായ പിന്നെ ഇവനും പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കി നിൽക്കും നാട്ടിലെ പൂവാലന്മാർ. കാരണം നാട്ടിലെ പൂവാലന്മാർക്ക് ആവശ്യം ഈ പെണ്ണിനൊന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കുക. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അമിതമായ ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണ്ട. കാരണം പുരുഷന്മാരുടെ കണ്ണ് എപ്പോഴും വന്നും കൊണ്ടിരിക്കും. നമ്മുടെ ഭാര്യയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇനി അമിതമായി ഭംഗിയില്ലെങ്കിൽ ഒഴിവാക്കും വേണ്ട. എന്നാച്ച് പൈക്കരി എന്നെ കൊണ്ട് ഞാൻ ഇറങ്ങാവുന്നത് ഒഴിവാക്കും വേണ്ട. ഇഞ്ഞു കെട്ടുമ്പോ ശ്രദ്ധിച്ചാൽ മതി മാത്രം. അള്ളാഹു തആല നമ്മുടെ ഭാര്യന്മാരൊക്കെയും നല്ല വാഹത്തിലും സന്തോഷത്തിലാക്കി തീർക്കുമാറാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ ഒരു സുന്നത്തിലേക്ക് ജനങ്ങൾ മടങ്ങാനാണ് ഈ പറയുന്നത്. എന്റെ ചെറുപ്പക്കാരൊക്കെ ഈ ഒരു സുന്നത്തിലേക്ക് ഒരു ഉമ്മ, ഞാൻ പറഞ്ഞില്ല, അപ്പോ ഉമ്മയും പെങ്ങളും നോക്കുന്നത് നിറമായിരിക്കും. ചിലപ്പോ ഞമ്മള് നോക്കുന്നത് നിറാവൂല. ഒരു സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു നിറം മാത്രമല്ലേ? ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു നിറം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോ നമ്മൾ തന്നെ ഒന്ന് പോയി നോക്കി ആ പെണ്ണിന്റെ കണ്ണിൽ എന്തെങ്കിലും തകരാറുണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത വേറെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം ഉണ്ട്. ചിലപ്പം ചില സഹോദരിമാർക്ക് വിളിച്ച കോങ്കണ്ണൊക്കെ ഉണ്ടാവും. പക്ഷെ പെങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല. പെങ്ങൾക്ക് നവണ്ട് എന്നുള്ളതാ പ്രശ്നം. അപ്പൊ പെങ്ങള് പറയും ഒരു കുഴപ്പമില്ല കുഞ്ഞാക്ക, നല്ല കുറ്റിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇവർക്ക് ഇപ്പൊ കോങ്കണ്ണം നല്ല വിഷയം. ഇവർക്ക് ഇവളെ മാതിരി നറുള്ളൊരു കുട്ടിയാണ് ആ വിഷയം. പക്ഷെ നമ്മൾ ഉമ്മാക്ക് പറ്റി പെങ്ങന്മാർക്ക് പറ്റി ഞാനിങ്ങാണ്ട് കൊതന്ന് കല്യാണം കഴിഞ്ഞ് മുഖത്തേക്ക് നോക്കുമ്പോ ഇങ്ങോട്ട് നോക്കുമ്പോ അങ്ങട്ടാ നോക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുമോ? അപ്പൊ നമുക്ക് ഈ നറാവൂല വിഷയം. ഇങ്ങോട്ട് നോക്കുമ്പോ അങ്ങോട്ട് നോക്കുന്ന വന്നാവുമ്പോ ഈ നിറത്തിനേക്കാളും വലിയ പ്രശ്നം വരിക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഖേദം വരാതിരിക്കാൻ നല്ലതാണ്, ദുഃഖം വരാതിരിക്കാൻ, ഭാവിയിൽ ദുഃഖം വരാതിരിക്കാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ അവനാൻ തന്നെ ഒന്ന് കാണുക. അത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. ഇനി കാണാൻ പോകുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്? വികാരം വന്നേക്കാം അല്ലെ? അത് ഒരു സ്വാഭാവികമാണ്, വികാരം വരും. നമ്മളൊരു അന്യ പെണ്ണിനെയല്ല കാണാൻ പോകുന്നത് അല്ലേ?
തീരെ കാണാത്ത, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോ സ്വാഭാവികമായും ഒരു വികാരം വരും. നമ്മളിപ്പോ സാധാരണ മസാല എന്താ, വികാരത്തോട് കൂടെ ഒരു പെണ്ണിന് ഒരിക്കലും ഒരു നിലക്കും നോക്കാൻ പാടില്ല. വികാരം ഉണ്ടെങ്കിൽ തീരും പാടില്ല. വികാരം ഉണ്ടെങ്കിലും പ്രശ്നമില്ല എന്നാണ് ഇവിടെ മസാല. അതൊരു മനുഷ്യ പ്രകൃതിയാണ്. ഇവൻ കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിനെ കാണുമ്പോ സ്വാഭാവികമായി ഒരു ഫിത്തിന ഭയപ്പെടുകയാണ്. ഈ ഫിത്തിന എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ ഫിത്തിന ഭയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കിയിട്ടില്ല എന്താ വ്യഭിചാരം സംഭവിക്കാനല്ല. ഫിത്തിന എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ മുഖം ഇങ്ങനെ കാണുമ്പോ നമ്മുടെ കൽബിൽ ഒരു ചിന്ത, അതന്നെ അതാപ്പ ഈ ഫിത്തിന. ഇതാണിപ്പോ ഈ ഫിത്തിന എന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ വ്യഭിചാരം സംഭവിക്കലോ ഓലെ ചാതിപ്പൊരിക്കലോ ഒന്നുമല്ല. അവളെ കാണുന്ന സമയത്ത് നമ്മുടെ കൽബില് ഒരു ഹായിന്ന് പറഞ്ഞാൽ ഒരു ചിന്ത വരിക. അതല്ലെങ്കിൽ നമ്മുടെ കൽബിൽ ഇങ്ങനെ തോന്നുക, ഒരു തോന്നല്. ഒരു 5 മിനിറ്റ് ഓലൊപ്പം ഇരിക്കാൻ കൂടുകയെന്നാവോ, ഒരു 5 മിനിറ്റ് ഓലൊപ്പം ഇരിക്കാൻ കൂടുകയെന്നാവോ, അല്ലെങ്കിൽ ഓല ശരീരത്തിലൊന്ന് തൊടാൻ കൂടുകയെന്നാവോ. ഈ ചിന്തക്കാണ് ഫിത്തിന എന്ന് പറയുന്നത്. ഫിഖിന്റെ കിതാബിലടക്കം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ചിന്ത വരുന്നുണ്ടോ ഹറാമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം ഇല്ല. ഒരു കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വികാരം വരുമെന്ന് കണ്ടാലും അവിടെ ഹറാമ് വരൂല എന്നാണ് മനസ്സിലായത്. അപ്പൊ വികാരം സ്വാഭാവികമായി ഇതിപ്പോ 1-2 ചെറുപ്പക്കാരനോട് ചോദിച്ചതാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ചോദിക്കുന്ന ചോദ്യമാണ്. അതെ, നമുക്ക് എന്തായാലും ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത വരാൻ സാധ്യത ഇല്ലേ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. അങ്ങനെ ഒരു വികാരം വരിച്ചിട്ട് നിങ്ങൾ ഈ സുന്നത്ത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനിയോ എത്ര പ്രാവശ്യം? എത്ര പ്രാവശ്യം നോക്കാം? ഒറ്റ പ്രാവശ്യം നോക്കാൻ പറ്റൂല. അങ്ങനെയല്ല, ആവശ്യത്തിനനുസരിച്ച് നോക്കാം. അങ്ങനെയാണ് എന്റെ അവസരം. അത് 3 പ്രാവശ്യമോ 4 പ്രാവശ്യം ഒരിക്കൽ നോക്കി ഇങ്ങോട്ട് ജലീൽ നിന്ന് പിടിക്കണില്ല, ഒന്നും കൂടി നോക്കി. സംഗതി ഇപ്പൊ നമ്മൾ മുമ്പത്തെ വായിക്കല ഇത് ബേജാറ് പിടിച്ചൊരു ചിലപ്പം തീരെ സ്ത്രീകളെ മുഖത്തേക്ക് നോക്കി പരിചയമില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒപ്പം നിന്ന് പരിചയമില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതൊരു ബേജാറൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ മഹാന്മാര് പറയുന്നു, നല്ല ശ്രദ്ധിക്കണേ, നിങ്ങൾ നോക്കി ഈ ഒരു മസാലകളിൽ നിന്നൊക്കെ നമുക്ക് എന്തെല്ലാം പഠിക്കാന്തിച്ചിട്ടാണ്. അതായത് അവരെ മഹാന്മാര് പറയാണ്, ആവശ്യത്തിനനുസരിച്ച് എത്രയും നോക്കാം. അത് 3 4 കണക്കില്ല. പക്ഷെ അവരെ മഹാന്മാര് പറയാൻ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെപ്പം തീരുമാനിച്ച്, പറ്റുമെങ്കിൽ എനിക്ക് പറ്റുന്ന എനിക്ക് തീരുമാനമായി, പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് തീരുമാനമായി. അത് ആ ഒരു നോട്ടം കൊണ്ട് തന്നെ വ്യക്തമായി. ഒരു നോട്ടം കൊണ്ട് തന്നെ ഇവനിക്ക് വ്യക്തമായി, അവനിക്ക് ആ പൊന്നിനെ പറ്റിയിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, വാഹത്താണ്. ഒറ്റ നോട്ടത്തോ നല്ല ശ്രദ്ധിക്കണം പദമസല. അല്ലെങ്കിൽ പറ്റിയിട്ടില്ല. ഇനി 2ാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണ്. നോക്കിങ്ങള്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു മസാലയിൽ നിന്ന് ഞാനൊരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ, ഇങ്ങനെ കാണൽ അനുവദനീയമായ രംഗത്തു തന്നെ, അല്ലെങ്കിൽ കാണൽ സുന്നത്തായ സന്ദർഭത്തിൽ തന്നെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായാൽ 2ാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണ്. അപ്പൊ ഇന്ന് അന്യ സ്ത്രീകളെ നോക്കി രസിക്കുന്നതിന്റെ ഗൗരവം എത്രയായിരിക്കും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. നമ്മളെ മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഈ ഒരു മസാലയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാ, സുന്നത്തായ അനുവദനീയമായ രംഗത്ത് ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ കാര്യം തീരുമാനത്തിലായാൽ 2ാമത്തെ പ്രാവശ്യം ഇനി ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കൽ ഹറാമാണ്. ഇതൊന്നുമില്ലാതെ നമ്മൾക്ക് എത്രയോ ചെറുപ്പക്കാർ സ്കൂൾ വിടുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെയും സ്ത്രീകളെ നോക്കാനായി സമയം കണ്ടെത്തുന്നവർ എത്രയുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസൊക്കെ ഒരുപാട് ഹദീസുകൾ ഉണ്ട്. എന്റെ വിഷയം അതൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നിന്ന് കണ്ണ് തിരിച്ചാൽ അവന്റെ ഖൽബിലുള്ള ഈമാനിന്റെ മാധുര്യത്തെ കുറിച്ചൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവരുത് കേട്ടോ. എന്റെ രക്ഷിതാക്കന്മാരൊക്കെ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഈ മസ്തലയിൽ ഒരു പോയിന്റ് ഇരിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുകയാണ്. എന്റെ മകളെ നല്ല ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന പോയിന്റ്. എന്റെ മകളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു വരുന്ന പുരുഷന് ഒരു നോട്ടം കൊണ്ട് തന്നെ അവനിക്ക് തൃപ്തിപ്പെട്ടാൽ രണ്ടാമത്തെ നോട്ടം ഹറാമാണെന്ന് വരുമ്പോൾ ഈ പുതിയാപ്പലയുടെ ഒപ്പം വന്ന ഈ പൂവാലന്മാർക്ക് എന്റെ മോനെ കാണിച്ചു കൊടുക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഗൗരവം ഇനി എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ മറ്റു രക്ഷിതാക്കന്മാരെ ബോധവൽക്കണം. അതിനപ്പ ഞാനൊരു വിഷയക്കെടുക്കാൻ കാരണം മറ്റൊരുപാട് മസ്തലയിലേക്ക് നമുക്ക് ശ്രദ്ധ കിട്ടും അല്ലേ. എന്റെ മകളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു വരുന്ന പുരുഷന് ഒരു നോട്ടം കൊണ്ട് തന്നെ അവന്റെ കാര്യം തീരുമാനമായാൽ അവനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ നോട്ടം എന്താണ്? ഹറാമാണ്. ആർക്ക്? ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന് ഇനി രണ്ടാമത്തെ പ്രാവശ്യം നോക്കല് ഹറാമാണ്. അപ്പൊ ഈ ചെക്കന്റെ ഒപ്പം വന്ന പൂവാലന്മാർക്ക് ഇതിനൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്ക് പറയാൻ സാധിക്കണം. നമ്മളൊരു പുതിയാപ്പലയെ തെരഞ്ഞെടുക്കുമ്പോ അതിന് പറ്റാവുന്നവരാവണമെന്ന് നമ്മൾ ആദ്യം തെരഞ്ഞെടുത്താൽ മതി. അതിപ്പോ എങ്ങനെ പറയാ, എങ്ങനെ പറയാതിരിക്കുക, പോലോത്തരക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം പറയാണ്. എന്റെ ഒരു ആരെന്നോട് വ്യക്തമായി പറഞ്ഞതാ. ഒരു കല്യാണ വീട്ടിലേക്ക് പുതിയാപ്പല വന്നത് വളരെ മോശമായ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ പുല്ലുത്തുണി മാറ്റിയിട്ട് പുതിയാപ്പല വന്നിട്ട്. അതിപ്പോ പുതിയാപ്പലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെക്കന്മാര് ചെയ്യിപ്പിച്ചതാ വൈക്കന്നെ. ചെക്കന്മാര് വൈക്കന്ന് ചെയ്യിപ്പിച്ചത് അമ്മാതിരി മുസീബത്തൊക്കെ അല്ലേ നമ്മുടെ മഹല്ലത്തിലൊക്കെ നടക്കുന്നത്. ആ വാപ്പ പറഞ്ഞു, മാന്യമായ നിലക്ക് അനക്ക് പുതിയാപ്പലയായി വരാൻ പറ്റുമെങ്കിൽ എന്റെ മകൾ അനക്കാണ്ട് നിക്കാഹ് ചെയ്തിരുന്നാണ്. എപ്പോഴത് പറഞ്ഞു നോക്കണം. എപ്പോ? കല്യാണത്തിന്റെ അന്നാണ് നിക്കാഹ്. വലിയ കല്യാണ, ഏകദേശം കിഞ്ചൽ കണക്കിന് ചോറും ഇറച്ചിക്കും വെച്ചിട്ട് നാട്ടേരക്കും കുറെ കല്യാണം കഴിഞ്ഞ് ഒരു പെയ്ക്കിന്. പിന്നെ പുതിയാപ്പല ഒരു 2 മണിക്ക് വരിക. അപ്പഴാ പുതിയാപ്പല ഈ കോലത്തിൽ വരുന്നത്. ഒരു പുല്ലുത്തുണി ഇട്ടുങ്ങാണ്ട് പുതിയാപ്പല അങ്ങനെ വരിക. ആ രക്ഷിതാവ് പറഞ്ഞു, മാന്യമായി വരാൻ അനക്ക് പറ്റെങ്കിൽ അനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരും, അല്ലെങ്കിൽ തൽക്കാലം എന്റെ കായ് പോയാൽ എന്റെ മകൻ അനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരൂലെന്നാണ്. അത് പറയാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് വേണം. ആ സദസ്സിൽ വെച്ച് പറയുന്നതിനേക്കാൾക്ക് നല്ലത് പുതിയാപ്പലൊക്കെ അന്വേഷിക്കുമ്പോ നമ്മൾ ഇതാക്കല. അപ്പൊ ഞാൻ 2 പോയിന്റിലേക്കാണ് നിങ്ങളുടെ ഈ ഒരു ചെറിയ മസാലയിലൂടെ 2 പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഒരു പെണ്ണിനെ നോക്കുന്നതിന്റെ ഗൗരവം, ഒരു അന്യ സ്ത്രീയെ നോക്കി രസിക്കുന്നതിന്റെ ഗൗരവം ഈ മസാലയിൽ നിന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ? അവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന സ്ത്രീയെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ അവനിക്ക് ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കുട്ടിയെ നോക്കൽ ഹറാമാണെന്ന് വരുമ്പോൾ അന്യ സ്ത്രീകളെ ആവശ്യം കൂടാതെ നോക്കി രസിക്കുന്നതിന്റെ ഗൗരവം നമുക്ക് ഈ മസ്തലയിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ തന്റെ മകളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചു വരുന്ന പുരുഷന് രണ്ടാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണെന്ന് വരുമ്പോൾ അവന്റെ ഒപ്പം വന്ന ചെറുപ്പക്കാർക്ക് എന്റെ മോളെ കാണിച്ചു കൊടുക്കുക, എന്റെ മോളെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ ഗൗരവം നമ്മുടെ രക്ഷിതാക്കന്മാർക്ക് മനസ്സിലാക്കാം. ആ ചെറുപ്പക്കാരൻ അവന്റെ ഒപ്പമുള്ളവർക്ക് അവനുദ്ദേശിക്കുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവം ആ ചെറുപ്പക്കാരനും മനസ്സിലാക്കാം. എങ്ങനെ? റബ്ബേ, ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ എനിക്ക് തൃപ്തിപ്പെട്ടാൽ രണ്ടാമത്തെ നോട്ടം എനിക്കു തന്നെ ഹറാമാണെങ്കിൽ, അല്ലെ, എനിക്കു തന്നെ ഹറാമാണെങ്കിൽ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ പെണ്ണിനെ എങ്ങനെ കാണിച്ചു കൊടുക്കും? ഞാനാണോ ഒരു ഇസ്ലാമിക ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്ന് പുതിയാപ്പലൊപ്പം കൊണ്ടുവരുന്ന ചെറുക്കന്മാർക്ക് പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ പുതിയാപ്പലക്ക് ഈ മസാലയും ചിന്തിക്കാം. ഒരു അന്യ പെണ്ണിനെ കണ്ട് രസിക്കുന്നതിന്റെ ഗൗരവം ഈ മസാലയിൽ നിന്ന് ചിന്തിക്കാം. തന്റെ മകളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവങ്ങളൊക്കെയും ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, അപ്പൊ നമുക്ക് ഒരു നോട്ടം കൊണ്ട് കാര്യം ബോധ്യപ്പെട്ടില്ല, വീണ്ടും നോക്കാം.
എത്ര പ്രാവശ്യം നോക്കാം? ആവശ്യത്തിനനുസരിച്ച് 4 വട്ടം നോക്കിയപ്പോ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇനി ആ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായാൽ 5-ാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണ്. അല്ല 2 പ്രാവശ്യം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു, 3-ാമത്തെ പ്രാവശ്യം നോക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ അതപ്പോ ഇത്ര പ്രാവശ്യം ഇതിന് കണക്കില്ല. ഫിഖഹിന്റെ കിതാബ് പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് ആവർത്തിച്ചു നോക്കാം, വികാരമുണ്ടെങ്കിലും നോക്കാം, കുഴപ്പമില്ല എന്ന് തന്നെയാണ് മസ്അല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ സുന്നത്തായ ഒരു അവസരമാണ്. നമ്മൾ അല്ലെങ്കിൽ ഒരു പുരുഷൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിന്റെ മുഖത്തേക്കും 2 മുൻകൈയിലേക്കും നോക്കല്. അതിന് ഇങ്ങനൊക്കെ നിബന്ധനകളുണ്ട്. ഇനി ഇവിടെ വെച്ചൊരു കാര്യം പറയുന്നു, വളരെ വ്യക്തമായി ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, ഈ സ്ത്രീ തിരിച്ചു നോക്കൽ സുന്നത്താണ്. നമ്മൾ മോളോട് പറയണം, നമ്മുടെ മോൾക്ക് ഒരു പുതിയാപ്പല കാണാൻ വരും, മോളെ ഇത് ഒന്നും വിചാരിക്കരുത്, നിന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷനാണ് നിന്നെ കാണാൻ വരുന്നത്. അതുകൊണ്ട് ഉപ്പാടെ കുട്ടി ഒന്ന് അങ്ങോട്ടും നോക്കണം എന്ന് പറയാം. പെണ്ണിന് അങ്ങോട്ടും നോക്കൽ സുന്നത്താ. ഇനി നമ്മുടെ നാടുകളിൽ പൊതുവിൽ അതൊക്കെ ഇല്ലാതെയിരിക്കുന്നു. കാരണം ഈ ലജ്ജാന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയായും കൊണ്ടിരിക്കുക. എന്നാലും അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ കുറച്ചൊക്കെ നമ്മളെ പോലത്തെ കുടുംബത്തിലെ പെൺകുട്ടികളൊന്നും ഒരു പുരുഷന്റെ മുഖത്തേക്ക് അങ്ങനെ അത് നോക്കൂല. അപ്പൊ ഇവര് മതി ഇങ്ങനെ വിചാരിച്ചും കൊണ്ട് എന്താക്കും, തലയും താത്തിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കും. ചിലപ്പം ഇവരിഷ്ടപ്പെടാത്ത ചില പ്രകൃതികളൊക്കെയും ഈ പുരുഷന്റെ മുഖത്തിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് പുരുഷന്റെ നിസ്കാരത്തിലെ ഔറത്ത് സ്ത്രീയെ നോക്കുമ്പോ എന്തു മാത്രമേ നോക്കാൻ പറ്റുള്ളൂ? മുഖവും 2 മുൻകൈയും മാത്രം. മുഖം നോക്കുന്ന എന്തിനാ? അതിപ്പോ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, വേണമെങ്കിൽ ഒറ്റവാക്കിൽ ഇങ്ങനെ ഞാൻ പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന്റെ മസ്അലയുടെ കിടപ്പ്. മുഖം നോക്കുന്നത് എന്തിനാ? ആ മുഖത്തേക്ക് നോക്കിയാൽ അതൊരു സ്കാനിങ്ങാ. അതൊരു സ്കാൻ ചെയ്യാൻ, ഈ പെണ്ണിന്റെ ശരീരം ഈ നോട്ടത്തിലൂടെ കണ്ട് സ്കാൻ ചെയ്യാൻ. മനസ്സിലായോ? ഏതായാലും അൽഹംദുലില്ലാഹ് ഉള്ള 52 ആൾക്കാരൊക്കെ ഉറങ്ങാത്തവരായിരിക്കും, അക്കാര്യം ഉറപ്പാണ്. സെക്കൻഡ് റൂം ആയതുകൊണ്ട് ഇപ്പൊ ഈ ക്ലാസ് റൂമിലുള്ളവരൊക്കെ ഉറങ്ങാത്തവരായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓരോ ഈ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ഓരോ മസ്അലകൾ പറയുമ്പോൾ അതിലൊക്കെ വലിയ ഹിക്മത്തുണ്ട്. നമ്മളിങ്ങനെ നോക്കുക, ഈ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഈ പെണ്ണിന്റെ ശരീരം ഇത് സ്കാൻ ചെയ്യാൻ. എങ്ങനെ മൊയ്ലിയാണ് അത് സ്കാൻ ചെയ്യുക? അത് സ്കാൻ ചെയ്യണമെങ്കിൽ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അതിന്, അതായത് ഈ സ്ത്രീകളെ കുറിച്ച് പരിജ്ഞാനമുള്ളവരും ഒരു മുഖലക്ഷണത്തിന്റെ ചില ആളുകളുണ്ട്, മുഖലക്ഷണം അറിയുന്നവര്. ചില ആളുകളൊക്കെയാണ് ഈ കയ്യൽ വന്ന് കുറത്തി നോക്കും, അല്ലെ, കുറത്തികൾ കൈ നോക്കുന്ന കണ്ടില്ല നിങ്ങള്. ഇപ്പൊ അത് കുറെ കുറഞ്ഞിക്കുന്നു. എന്തൊക്കെയും കുറച്ചൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു ഇങ്ങനെ ചില കുറത്തികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം വരും. എന്നിട്ട് അവർ കൈ നോക്കിയിട്ട് ഇങ്ങനെ വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതൊക്കെയും കുറെ ഇങ്ങനെ പറയും. അങ്ങനെ ഒരു കുറത്തി ഞങ്ങളവരും വന്ന് എന്റെ ഒരു വീട്ടിന്റെ അത് നല്ല ഓർമ്മ. എന്റെ ചെറുപ്പത്തില് എന്റെ ഒരു അയൽവാസിയുടെ വീട്ടില് ഒരു കുറത്തി വന്ന്, ആ കുറത്തി കൈ നോക്കിയിട്ട്, ഒരു സഹോദരിയുടെ കൈ നോക്കിയിട്ട് പറഞ്ഞു, 9 കൊമ്പന്മാരുണ്ട്, 9ാമത്തെ കൊമ്പനെ കൊണ്ട് കാര്യം കിട്ടും, മറ്റു കൊമ്പന്മാരൊക്കെയും തിരിഞ്ഞു കളയും. നിങ്ങൾക്ക് കുറത്തി കൈ നോക്കിയിട്ട് പറയാൻ വരാൻ പോകുന്ന ഗുണം ഈ ആരോട് പറയാൻ, ഈ സഹോദരിയോട് 9 കൊമ്പന്മാരുണ്ട്. 9 കൊമ്പന്മാരാണ്, 9 ആൺകുട്ടികളുണ്ട് നിങ്ങൾക്ക്, 9ാമത്തെ കുട്ടിനെ കൊണ്ടേ കാര്യം കിട്ടുള്ളൂ എന്ന് ഞങ്ങൾ കേൾക്കണം. ആ പെണ്ണിനെ കല്യാണം തന്നെ കഴിച്ചിട്ടുണ്ടായില്ല. പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കുറച്ച് കയ്യോക്കിയിട്ട് പറഞ്ഞത് എന്താണ്? 9 കൊമ്പന്മാരുണ്ട്, 9ാമത്തെ കൊമ്പനെ കൊണ്ടേ കാര്യം കിട്ടുള്ളൂ എന്നാണ്. കല്യാണം തന്നെ കഴിക്കാത്തൊരു പെണ്ണിന്റെ കൈ നോക്കിയിട്ട് കുറച്ച് പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചിലർ ഈ കൈ നോക്കി ലക്ഷണം പറയുന്നവരുണ്ട്, അതൊക്കെ തെറ്റാണ്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് മുഖലക്ഷണം അറിയുന്നവര്. അത് ചില വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അവരുടെ ഖൽബിന്റെ ചില സ്വഭാവങ്ങൾ അറിയും. അങ്ങനെന്ത് ചിലരെ വർത്താനം കൊണ്ട് അറിയാൻ പറ്റും. ചിലരെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം ഓന്റെ മനസ്സ് പോക്കാണ്, ഓന്റെ മനസ്സ് ദുഷിച്ചതാണ്. ചിലരെ വർത്താനം കൊണ്ട് അറിയാൻ പറ്റും. അതെങ്ങനെ ഒരു വർത്താനം കൊണ്ട് ഒരാളുടെ മനസ്സ് ദുഷിച്ചതാണെന്നറിയാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോ ആ വ്യക്തിയിലുള്ള
പോരായ്മകൾ മാത്രം പറയും. ഇപ്പൊ ഞാനൊരു ഉദാഹരണ സഹിതം പറയും. ഞാൻ ആലൂരിനെ കുറിച്ച് ഫൈസൽ തലക്കകത്തുനിന്നോട് ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പൊ ഞാൻ ഈ ആലൂരിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയാതെ ആലൂരിലുള്ള മുസ്തഫാലൂരിലുള്ള കുറ്റങ്ങൾ മാത്രം ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കാൻ എന്റെ കൽബ് മോശാണ്, എന്റെ കൽബ് മോശാണ് എന്നതിന്റെ ഒരു അടയാളാണ് ഒരാളെ കുറിച്ച് പറയുമ്പോ അയാളെ കുറ്റങ്ങൾ മാത്രം ഞാൻ പറയാം, അയാളുടെ ഗുണങ്ങൾ. അതാണല്ലോ ഇപ്പം നമ്മളെ വിഘടിത വിഭാഗത്തിന്റെ അവസ്ഥ. ഞാൻ കൂട്ടത്തിലൊന്ന് പറയാം, നമ്മുടെ വിഷയം അതല്ലെങ്കിലും ഞാൻ പറയാം. ഈ വിഘടിത വിഭാഗത്തിന്റെ കൽബ് മോശാണ് എന്നതിന്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്ന് നിങ്ങൾ ഇതാ. മഹാനായ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലേ, മനുഷ്യനാണ് അപാകതകളൊക്കെ പറ്റിയേക്കാം, അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു മനുഷ്യൻ എന്ന നിലക്ക് അപാകതകൾ പറ്റിയേക്കാം. ഇപ്പൊ നമ്മൾ മഴസൂമൊന്നുമല്ലല്ലോ, എ പി ഉസ്താദും ഖലീൽ തങ്ങളൊന്നും മഴസൂമികളൊന്നും അല്ലല്ലോ. പക്ഷെ എ പി ഉസ്താദിനെ കൊണ്ട് ഈ സമൂഹത്തിനും രാജ്യത്തിനും കിട്ടിയ ഗുണങ്ങൾ എത്ര. ഇന്ന് വരെ ഈ വിഘടിത വിഭാഗം എ പി ഉസ്താദിന്റെ ഒരു ഗുണം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വിഘടിത വിഭാഗത്തിന്റെ നേതാക്കന്മാര് എ പി ഉസ്താദിന്റെ ഒരു ഗുണം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാന്മാര് പറയാണ്, ഒരാളുടെ കൽബ് മോശാണോ അല്ലേന്നറിയാൻ അയാളെ വർത്താനം കേട്ടാൽ, ഒരാളെ കുറിച്ച് ഒരു ഗുണം, അയാൾക്ക് കുറെ ഗുണങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് തകരാറുണ്ട് എന്നല്ല, എന്ത് പറഞ്ഞാലും എവിടെയാണ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ എന്തോ എഴുതാൻ വേണ്ടി വലത്തെ കൈ പിടിച്ച ഗ്ലാസും വെള്ളം അല്ലെങ്കിൽ കുപ്പി വെള്ളം എഴുതാൻ വേണ്ടി ഇടത്തെ കൈയിലേക്ക് പിടിച്ചത് ഫോട്ടോ എടുത്ത് കാന്തപുരം ജീവിത തിരക്കിനിടയിൽ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു എന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിപ്പിക്കുന്നവരുടെ കൽബ് മോശമല്ലെങ്കിൽ ഇനി ഓലെ കൽബ് ആരാ? ഇനി എങ്ങനെ പോലെ കൽബ് നന്നു നമ്മൾ പറയാം അല്ലേ? അപ്പൊ ഞാൻ ഇപ്പതൊരു നമ്മളൊരു മുഖലക്ഷണം എന്ന് പറയുമ്പോ നമ്മള് സാന്ദർഭികമായി അറിയേണ്ട ഒരു വിഷയമാണത്. ഒരാളുടെ കൽബ് മോശമാണ് എന്ന് പറയാൻ വർത്താനം കേട്ടാൽ, എന്നാൽ ഒരാളുടെ കൽബ് ശുദ്ധിയാണെന്നും വർത്താനം കൊണ്ടറിയാം. അതെന്താ? ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അയാൾക്ക് പല കുറ്റങ്ങളും കുറവുകളുണ്ട്, പക്ഷെ ഈ വ്യക്തി അതൊന്നും ഉണ്ടാതെ ആ വ്യക്തിയിലുള്ള ഗുണങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു. അതെന്താണ്? ഇവന്റെ കൽബ് ശുദ്ധിയുള്ളതാണ് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു തആല നമ്മുടെ കൽബിനെ അള്ളാഹു ശുദ്ധീകരിച്ച് തെരുമാറാവട്ടെ. കൽബ് ശുദ്ധീകരിക്കല് ഫറള് ഐനാണ് കേട്ടോ. കൽബ് ശുദ്ധീകരിക്കാനുള്ള ഇൽമു പഠിക്കല് ഫറള് ഐനാണ്. വതഅല്ലമൻ ഇൽമൻ യുസഹ്ഹിഹു താഅതൻ വഅഖീദതൻ വമുസഖിയൽ ഖൽബി ഖുലാന. കൽബ് ശുദ്ധീകരിക്കാതെ ഇൽമു പഠിക്കല് ഫറള് ഐനാണ്. അപ്പൊ നമ്മുടെ കൽബ് മോശാന്നൊക്കെ അറിയാം. ശരിക്കട്ടെ, അപ്പൊ നമ്മുടെ വിഷയം അതല്ലെങ്കിലും സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ചിലവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മുഖലക്ഷണം എന്നൊരു ലക്ഷണം, ചില മൂക്കിന്റെ അടയാളം, ചുണ്ടിന്റെ അടയാളം, കൺപിരികത്തിന്റെ അടയാളം ഒക്കെ DC പുറത്താക്കിയതല്ലോ. വന്നു മയക്കെടുത്തോളേ. എന്താ സംഭവിച്ച്? പത്തനംത് പുറത്താകുന്നുണ്ട്, ഇബ്ലീസ് വന്നതാ. അപ്പൊ ഏതായിരുന്നാലും അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ചില മഹാന്മാർക്കുള്ള ഒരു പ്രത്യേക ഇൽമാണത്. ചില വ്യക്തികള് ചിലപ്പോ ചിലവരെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും. അതുകൊണ്ട് ആ മുഖം കണ്ടാൽ തന്നെ അതൊരു കറാമത്തോ വിലായത്തൊന്നുമല്ല, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് ഇയാളൊരു കറാമത്തും വിലായത്തൊന്നല്ല, അതൊരു മുഖത്തിന്റെ ചില ലക്ഷണങ്ങളാണ്. ആ മുഖത്തിൽ ഇന്ന ലക്ഷണമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ആന്തരികമായ ഭാഗങ്ങൾ ഇന്ന രൂപത്തിലായിരിക്കുമെന്ന് അറിയുന്ന. ഇപ്പൊ നോക്കി, ഇപ്പൊ ഞാൻ പറയാ, ഇതാ കാന ഫമുൽ മർഅത്തി വാസിഅൻ. ജലീലേ, ഒരു പെണ്ണിന്റെ വായ വിശാലമായതാണെങ്കിൽ കാന ദേശ് ദേശ്. അത്ര നിങ്ങൾ പൂരിപ്പിച്ച, ഞാൻ പൂരിപ്പിക്കൂല. എന്തെങ്കിലും മനസ്സിലായി? അത്ര മതി. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. അതാ. അപ്പൊ എന്താണ് മുഖത്തേക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്താ
ആകെ വത്തം കിടക്കല്ലേ. ഇപ്പൊ എന്താ ജലീലെ ആകെ വത്തം കിടങ്ങിയല്ലേ, എന്താ ഇപ്പൊ ഇങ്ങനെ വാക്കി വായിക്കാനേ, വാക്കി വായിച്ചങ്ങൾ ദോട്ടു ദുലക്ക്. അപ്പൊ നോക്കിങ്ങള്, അപ്പൊ അതൊരു പെണ്ണിന്റെ ഒരു മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അങ്ങനെ ഒരു ഒരു കിതാബിൽ അത് വളരെ വ്യക്തമായി, വൈദാക്കാന സഗീറൻ, പെണ്ണിന്റെ വായ ചെറുതാണെങ്കിൽ കാന ദേശ് ദേശ് മതി നിക്കട്ടെ. അതുപോലെ തന്നെ പെണ്ണിന്റെ ചുണ്ട് ചുവപ്പുള്ളതാണ്. ചില സ്ത്രീകളുടെ ചുണ്ട് നല്ല ചുവപ്പുണ്ടാവും, നല്ല ചുവന്ന, നമുക്കിങ്ങനെ തോന്നും മുപ്പത്തേഴ് ഇങ്ങനെ പെയിഞ്ചടിച്ചതാണ്. മുഖത്തേക്ക് നോക്കുമ്പോ നമുക്ക് കാണുമല്ലോ, ചുണ്ടൊക്കെ നോക്കല്ലോ അല്ലേ. എന്റെ നാട്ടേനൊക്കെ ഉണ്ടോ മാഷാ അല്ലാഹ്, ഇനിയിപ്പോ അത് നോക്കിയിട്ട് പുതിയ കല്യാണം കഴിച്ചണ്ട. ഇപ്പൊ ജലീലിനാകല്ലത് ഉസ്താദങ്ങൾ ആ ഇബാദത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ സ്വകാര്യമായിട്ട് പറഞ്ഞു തരുമല്ലോ, തൽക്കാലം കിട്ടുന്ന. ചില സ്ത്രീകളുടെ നാവ് നല്ല ചുവപ്പുണ്ടാവും, ചില സ്ത്രീകളുടെ ചുണ്ട് നല്ല ചുവപ്പുണ്ടാവും. ഞാൻ അപ്പൊ ഇതൊക്കെ പറഞ്ഞെന്താണോ, കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധമായ ഇസ്ലാം ഒരു നിയമം വെച്ചാല് ആ നിയമത്തിലൂടെ തന്നെ നമുക്ക് ഹൈറായ നിലക്ക് എത്തിച്ചേരാൻ പറ്റും. ഹൈറായ നിലക്ക് ഇപ്പോൾ പെയിന്റ് തന്നെയാവും. അത് അബുസുനൂന്റെ ആ വാക്കിൽ ഞാൻ ഒരു വിഷയം അവിടെ ഉണർത്തുകയാണ്. ഈ ഇന്റർനെറ്റ് വഴിക്കൊരു പെണ്ണിനെ കാണൽ തുടങ്ങിയിട്ട് ഞാൻ ആ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. നെറ്റ് വഴിക്കൊരു പെണ്ണിനെ കാണുന്ന ഒരു സംവിധാനം ഇപ്പൊ വ്യാപകമായിട്ടുണ്ട്. നെറ്റ് വഴിക്ക് വാങ്ങുകൊടുക്കുക, നെറ്റ് വഴിക്ക് നിക്കാഹ്, നെറ്റ് വഴിക്ക് ഇനി എന്തൊക്കെയാ നടക്കുന്ന അള്ളാഹു ആയാലും, നെറ്റ് വഴിക്ക് പെണ്ണിനെ കാണല്. പക്ഷെ എന്റെ ചെറുപ്പക്കാർ നല്ലോണം ശ്രദ്ധിച്ചോളി. ചിലപ്പം നെറ്റ് വഴിക്ക് നമുക്കൊരു പെണ്ണിനെ കാണിച്ചു തരുമ്പോൾ ഈ പെണ്ണിന്റെ യഥാർത്ഥ നിറവും യഥാർത്ഥ രൂപമൊക്കെ ചിലപ്പം മാറ്റാൻ പറ്റുട്ടോ. നിങ്ങൾക്കൊരു സത്യം കേൾക്കണം. ഞാനിപ്പോ അടുത്തത് എവിടെയോ ഒന്ന് കേൾക്കുക ചെയ്ത്. അതായത് 7 വയസ്സായ ആൺകുട്ടി 6 വയസ്സായ പെൺകുട്ടിയെ പ്രേമിക്കാണ്. എന്റെ കാരണം നിങ്ങള്, അല്ലാതെ ഈ നെറ്റ് വഴിക്ക് പെണ്ണിനെ കാണുന്ന ഒരു വിഷയം പറയുമ്പോ ഞാൻ പറയാണ്, അതിന്റെ ഒക്കെ ഒരു ഭവിഷ്യത്ത് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഇത്തരം നെറ്റ് വഴിക്ക് പെണ്ണിനെ കണ്ട് കല്യാണം കഴിക്കുമ്പോൾ അതിനെ നമ്മൾ എതിർക്കുമ്പോൾ നമുക്കതൊരു തമാശയായി തോന്നിയേക്കാം. ഞാൻ നിങ്ങൾക്ക് പറയാം, 7 വയസ്സായ ആൺകുട്ടി 6 വയസ്സായ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എന്തേ കാരണം? ഈ 6 വയസ്സായ പെൺകുട്ടിയുടെ ഫോട്ടോ കമ്പ്യൂട്ടറിൽ കൊടുത്ത് ഈ പെൺകുട്ടിക്ക് 17 വയസ്സാകുമ്പോൾ ഈ പെൺകുട്ടിയുടെ നിറവും ഈ പെൺകുട്ടിയുടെ ശരീരഭംഗിയും ഇന്നാലിന്ന രൂപത്തിലാകുമെന്ന് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമത്രേ. അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. 6 വയസ്സായ ഒരു പെൺകുട്ടി 17 വയസ്സാകുമ്പോൾ ആ കുട്ടിയുടെ ശരീരഭംഗി എങ്ങനെയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ആധുനിക ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പൊ 7 വയസ്സായ കുട്ടിയോട് പറയാണ്, വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ ഇപ്പോൾ തന്നെ സ്നേഹം തുടങ്ങിക്കോ, ആരംഭിച്ചോ. കാരണം 17 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ 14 വയസ്സാവുമ്പോൾ ഈ പെൺകുട്ടി ഈ നിലക്ക് സുന്ദരിയായി വളർന്നു വലുതാവും. സ്നേഹം ഇപ്പോൾ തന്നെ തുടങ്ങി വെച്ചോ, ഇതാ കാലം. അപ്പൊ നമ്മൾ നെറ്റ് വഴിക്ക് പെണ്ണിനെ കാണുമ്പോ നമ്മൾ കാണുന്ന പെണ്ണൈക്കോളണം എന്നില്ല. ചിലപ്പോൾ മണിയറയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോ തന്റെ മൂർദാവിൽ കൈവെച്ചു ബാറക്കല്ലാഹു എന്നുള്ള ദിക്റ് ചൊല്ലാൻ വേണ്ടി മൂർദാവിലേക്ക് കൈവെക്കുമ്പോൾ നെറ്റിൽ കണ്ട പെൺകുട്ടി ഐക്കോളണം എന്നില്ല കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് അതിന്റെ ആ നെറ്റ് വഴിക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ചർച്ചയിലേക്ക് വരുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത്, ചില പെൺകുട്ടികളെ ചുണ്ട് നല്ല ചുവപ്പുണ്ടാവും, നാവ് ചുവന്നതായിരിക്കും. ചില സ്ത്രീകളുടെ നാവിന്റെ തെല്ല് പോയിട്ടുണ്ടാവും. ഈ നാവ് ചിലവരുടെ നാവിന്റെ തെല്ലന്റെ കാലം കൂർത്തതായിരിക്കും. അല്ല, നാവിന്റെ തെല്ല്, ഈ നാവിന്റെ വക്ക് തല കൂർത്ത നാവിന്റെ തല. ചിലവരിങ്ങനെ ഒരു അല്പം മുറിഞ്ഞു പോയ മാതിരി. ഇതൊക്കെയും ശാരീരികമായ ആന്തരികമായ അവയവത്തിന്റെ മേൽ ഇതിൽ നിന്ന് പലതും അറിയിക്കാൻ കഴിയും. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സഹോദരിമാരും കേൾക്കുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ജലീലിന് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് റൂമിലേക്ക് പോവാം എന്ന്
വെറുതെ തമാശയിൽ അവന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുന്നു. ഏതായിരുന്നാലും അപ്പൊ നോക്കിങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന ഓരോന്നും. മൂക്ക് ചപ്പിയാൽ ചില സ്ത്രീകളെ മൂക്ക് ചപ്പി, അതൊക്കെ മുഖത്ത് നോക്കിയാൽ കിട്ടും. മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയില്ലേ, മൂക്ക് ചില സ്ത്രീകളുടെ മൂക്കിന് വളവുണ്ടാവും. ഇപ്പൊ ഞാൻ കാണുന്നില്ല, അത് ഈ മൂക്കിനൊരു ചപ്പല് ചില സ്ത്രീകൾ, ചിലവരെ മൂക്കല്ല അങ്ങനെ ഉരുണ്ട് നിൽക്കുന്ന മൂക്കുണ്ടാവും, ഇങ്ങനെ ചപ്പി നിൽക്കുന്ന മൂക്കുള്ള സ്ത്രീകളുണ്ടാവും. അതൊക്കെയും ഇവരുടെ വികാരത്തിന്റെ മേലിൽ പലതും അറിയിക്കുന്ന. മൂക്കിലേക്ക് നോക്കിയാൽ തന്നെ ഈ സഹോദരി ഒരു ജിമായിലേക്ക് താല്പര്യം കാണിക്കുന്ന സഹോദരിയാണോ അല്ലേ എന്നൊക്കെയും ആ മൂക്കിന്റെ ചില ലക്ഷണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്ന. അങ്ങനെ ഒരുപാട് വിശദീകരണം. ഏതാ മൊയ്ലിയുടെ പിക്കിത്ത എന്താ അതിങ്ങനെ ആലോചിച്ചപ്പോഴും അർത്ഥമില്ല. അള്ളാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ടാണല്ലോ നമ്മൾ അത്തഹിയ്യാത്തിലെ ഒരു പ്രത്യേകമായ ദുആ, ഇന്നാലിന്ന രൂപത്തിലുള്ള ഭംഗിയുള്ള ഒരു പെണ്ണിനെ എനിക്ക് നീ ഭാര്യയായി തരണേന്ന് ദ്വാരിക്ക. അപ്പോ ആ ദ്വാരുന്ന രൂപത്തിലുള്ള ഒരു ഭാര്യനെ എങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റും? ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തെരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ആകത്തുക പറഞ്ഞതെന്താ? ഉണ്ടാവുന്നല്ല നമ്മൾ നോക്കണ്ട്. നമ്മൾ ഇന്ന് നല്ലൊരു വിഭാഗം ചെറുപ്പക്കാരും സ്ത്രീകളും ആങ്ങളക്ക് നിശ്ചയിക്കുന്ന, ആങ്ങള കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് നിറമുള്ളതാവണം എന്ന് പെങ്ങന്മാർക്ക് അത്രേ തീരുമാനമുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ചെറുപ്പക്കാർക്ക് എന്റെ തീരുമാനമല്ലോ നിറമുള്ള പെണ്ണ്. ചിലപ്പോ നിങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്ന സഹോദരി എന്തായിരിക്കാം? നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങാത്ത പെണ്ണായിരിക്കാം. നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങാത്ത പെണ്ണാണെങ്കിൽ കാണാൻ നടണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുന്നോട്ട് ജീവിതം പോവാൻ സാധിക്കൂല, അല്ലേ? നമ്മുടെ ശരീരത്തിനോട് ഇണങ്ങിച്ചേരാത്തൊരു സ്ത്രീയാണെങ്കിൽ കാണാൻ നടന്നു വെച്ചിട്ട് നമ്മൾ വെച്ചു പൊറുപ്പിക്കോ? ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്, നീ കാണാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ ഒന്ന് പോയി കണ്ടാലാ. അത് നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹം നിലനിർത്താൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ വ്യക്തമായി ഞാൻ ഇത്രയും സമയം ചെലവഴിച്ചത്, ഞാൻ ഒരൊറ്റ മസലന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വ്യാപകമായി നടക്കുന്ന ഈ ഒരവസ്ഥ, നെറ്റ് വഴിക്ക് കാണലും നമുക്ക് നേരിട്ട് കാണാനുള്ള സൗകര്യങ്ങളൊക്കെയും ഉണ്ടായിട്ട് അതിന്നൊരു നെറ്റ് വഴിക്ക് കാണലും, ഉമ്മാക്കും പെങ്ങൾക്കും പറ്റിയ എനിക്കും പറ്റിയെന്നുള്ളൊരു പറച്ചലും അതൊക്കെ ഒന്ന് ഒഴിവാക്കിയത് സുന്നത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അനുവദിച്ച് തന്നൊരു സുന്നത്തല്ലേ? ആ സുന്നത്ത് നമ്മൾ നടപ്പിൽ വരുത്തുമ്പോ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാകും. അല്ലെങ്കിൽ റസൂലുള്ളാഹി അങ്ങനെ സുന്നത്ത് വെക്കൂല. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നത്, ഇനി അവരെ മസ്അല നമ്മൾ പറയുമ്പോ ഇവൻ സ്വന്തമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല, സൗകര്യമൊക്കെ ഉണ്ട്, ഓൻ നാട്ടിലാണ്, ഓന് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ പോയി കാണാനും എനിക്ക് സൗകര്യമുണ്ട്. പക്ഷെ ഇവനത് ഇപ്പൊ തൽക്കാലം അങ്ങനെ നേരിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവനിക്ക് നേരിട്ട് പോയി കാണാനുള്ള സൗകര്യമില്ല. ഇങ്ങനത്തെ കോലത്തിലൊക്കെയും വിശ്വാസയോഗ്യമായ സ്ത്രീകളെ പറഞ്ഞേക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ നോക്കുമ്പോ വികാരമുണ്ടെങ്കിലും നോക്കാം. അതുപോലെ തന്നെ കൈ സ്പർശിക്കാൻ ഒരിക്കലും പാടില്ല. പിന്നെ അവരെ സംസാരം പറ്റുവാനാണ്. സംസാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ സംസാരം ഒറ്റയ്ക്ക് ഹറാമാണെന്ന് എവരെയും കാണുന്നില്ല. കാരണം ഒരു പെണ്ണിന്റെ ശബ്ദം ഹറാമാകുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു മാനസികമായ രസം സംഭവിക്കാം. അപ്പോഴാണ് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കൽ ഹറാമാകുക. ഒരു പെണ്ണിന്റെ ഒച്ച ഇങ്ങനെ കേട്ടു വെച്ചിട്ടത് ഹറാമൊന്നുമല്ല. പക്ഷെ ആ ഒരു പെണ്ണിന്റെ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ഇൽത്തിദാദ് എന്ന് പറയും. ഞാനിപ്പോ എന്റെ ഭാഷയിൽ അത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞ എങ്ങനെ പറയണ്ടെന്ന് ഇങ്ങനെ ഞാൻ പറയാം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒന്നും വിചാരിക്കൂലെങ്കിൽ പറയാം, ഒരു തരിപ്പ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പം തിരിച്ചാൽ ഈ ഭർത്താനം ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു പെണ്ണിന്റെ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ചെറിയ തരിപ്പ് ഇങ്ങനെ വരിക. അതാണിപ്പോ മലയാളത്തിൽ ഇൽത്തിദാദിന്റെ മയന വെച്ചാൽ വേണമെങ്കിൽ സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് ഇത് ഹറാമാകുന്നത്. പക്ഷെ ഈ മസാല ചർച്ച ചെയ്യുന്നേരത്ത് ഞാൻ കുറെ കിതാബുകൾ നോക്കി, സംസാരം ഹറാമാണെന്ന് വ്യക്തമായി എവിടെയും കാണാനില്ല. തൊടല് നോക്കല് സുന്നത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് പുറപ്പെട്ടു? തൊടല് പുറപ്പെട്ടു. തൊടല് ഹറാമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട്, കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരോട്
ഇനി രണ്ടാം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നു, നമ്മളെ ഇന്ന് നാട്ടിൽ ഒരു ആചാരം, പെണ്ണ് കാണുകയും ആ പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ ഒരു ആഭരണം കെട്ടിക്കൊടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തലും, നിക്കാഹ് ചെയ്യാൻ സമയം വൈകുന്നു, ചിലപ്പോ നീ കണ്ടു ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ നിക്കാഹ് നടക്കുന്നുള്ളൂ, ഈ പെണ്ണിനെ ഞങ്ങൾക്ക് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ കുടുംബം മറ്റേ കുടുംബത്തെ ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു വാച്ച് കത്തലെന്നോ ആഭരണം കത്തലെന്നോ എന്ന പേരിൽ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരനും അവന്റെ സുഹൃത്തുക്കളും വന്ന് ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ച് റൂമിൽ കയറി ആഭരണം കെട്ടുന്ന ഒരവസ്ഥ കാണുന്നു. അത് തനിച്ച ഹറാമാണ്, യാതൊരു സംശയവുമില്ല. ഈ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന് വരെ തൊടൽ ഹറാമാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ആവശ്യമില്ലാതെ നോക്കൽ ഹറാമാണെന്ന് വരുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾക്കൊക്കെയും വകവെച്ചു കൊടുക്കുന്ന പല രക്ഷിതാക്കന്മാരും വിഷയത്തിന്റെ ഗൗരവങ്ങൾ അറിയാതെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, നമ്മുടെ മകൾക്കുണ്ടാവേണ്ട മക്കള് നമുക്ക് ഉപകരിക്കണമെങ്കിൽ ഈ ദാമ്പത്യ ജീവിതത്തിലെ തുടക്കമാണല്ലോ ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കാണുക എന്നുള്ളത്. ആ കാണൽ മുതൽ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലായാൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാനം വരെ അതിന്റെ ബറക്കത്ത് നിലനിൽക്കുമെന്ന് പറഞ്ഞ് ഇൻഷാ അള്ളാ ഞാൻ ഒരു മസ്അലയിലേക്ക് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ. അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് ചെറുപ്പക്കാരൊക്കെയും അത് ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള കാരണവന്മാരും ആ മസ്അല പഠിച്ചു വെക്കണം. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയും എങ്ങനത്തെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ചിലപ്പോ നമ്മൾ ചെയ്തില്ലെങ്കിലും വിവരമില്ലാത്ത ആളുകൾ അത് ചെയ്യുമ്പോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണല്ലോ നമ്മുടെ KMIC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കല്ല. നമ്മുടെ കുടുംബത്തിലൊക്കെയും ക്ലാസുകൾ ശ്രദ്ധിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ അവരുടെ കുടുംബത്തിലൊക്കെയും ചില നമ്മൾ നിശ്ചയത്തിലൊക്കെ ഇടപെടുമ്പോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അഥവാ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ കാണൽ അനുവദനീയമാവണമെങ്കിൽ 3 നിബന്ധന വെക്കണം. ഇനി അതിലേക്കാ പോകുന്നത്. അല്ലാതെ ഒരു പെണ്ണുണ്ട്, കുഴപ്പമില്ല, ബ്രോക്കർ വന്ന് കുഴപ്പമില്ല കേട്ടോ, അതാണ് ഇനി അങ്ങനത്തെ നമ്മളെ വിഷയം. ബ്രോക്കർ വന്ന് പറയാണ്, നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെക്കൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, വാപ്പ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട് ചെക്കൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, നല്ലൊരു കാര്യം പറഞ്ഞതാ, ആയിക്കോട്ടെ, അതാദ്യം നിങ്ങൾ ബേജാറാണ്ട്, നമ്മളെയൊക്കെ പലതുണ്ട് എന്നാണ് അങ്ങനെ ബ്രോക്കർമാർ പറയാ. അതിനൊന്നും ആദ്യം ബേജാറാണ്ട്, ചെക്കണ്ട് വേച്ച ഇൻഷാ അല്ലാ നമ്മളെയൊക്കെ പലതുണ്ട്, നമുക്ക് പറ്റിയത് പോയോക്കാം. ഇങ്ങനെയൊക്കെ ഒരു വർത്താനല്ലേ നമ്മുടെ നാട്ടില്. ഇതങ്ങനെ പറ്റിയത് പോയി നോക്കിയിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്ക, അങ്ങനെ നല്ല ഇതിന്റെ മസാല. അതിൽ 3 നിബന്ധന ബിസലാസത്തി ശുറൂത്തിനാണ് അതിന്റെ ഒരു ആകത്തുക. അതായത് 3 നിബന്ധനകൾ വെക്കണം. ഞാൻ കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ, ആ പെണ്ണിനെ കാണൽ നമുക്ക് സുന്നത്താവണമെങ്കിൽ അല്ലെങ്കിൽ അനുവദനീയമാവണമെങ്കിൽ 3 നിബന്ധന വെക്കണം. ആ 3 നിബന്ധന വെക്കാതെ ആ പെണ്ണിനെ കാണൽ ഹറാമാണ്. മനസ്സിലായോ എന്താ മസല? നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്ന മസല എന്താണ്? കല്യാണം കഴിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെടുന്ന പെണ്ണിനെ കാണൽ നമുക്ക് സുന്നത്താവണമെങ്കിൽ അല്ലെങ്കിൽ കാണൽ അനുവദനീയമാവണമെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാവിന് പുരുഷന് കാണിച്ചു കൊടുക്കൽ അനുവദനീയമാവണമെങ്കിൽ 3 നിബന്ധന വെക്കണം. ഒന്നാമത്തെ നിബന്ധന, ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി മറ്റൊരു പുരുഷന്റെ നിക്കാഹിൽ ആവാൻ പാടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലേ? കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരുത്തന്റെ പെണ്ണിനെ നമ്മൾ പോയിട്ട് കത്താൻ വേണ്ടിയിട്ട് പോയി നോക്കുക, അത് പാടില്ല. നമ്മളാരും ചെയ്യൂല അല്ലേ? നമ്മളാരും ചെയ്യോ? ഇപ്പോ ഒരാൾ കല്യാണം കഴിച്ചൊരു പെണ്ണിനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഓനക്ക് കത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മളാരെങ്കിലും കാണാൻ പോവോ? കാണാൻ പോകില്ല. നമ്മൾ ആറാമും ചിന്തിക്കൂല, ആരാനും ചിന്തിക്കൂല. കാരണം അതിനേക്കാൾ ഇങ്ങേപോത്ത് വേറെ വരും. കാരണം മുമ്പ് ക്ലാസ് എടുക്കുമ്പോ ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, ഒളു മൊഴിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒളു പോകുന്ന.
അപ്പൊ കുട്ടികൾ പറഞ്ഞു ഉസ്താദെ ഓലും അല്ല പോകുക പല്ല് 32 പോകുന്ന മാതിരി മറ്റൊരുത്തന്റെ ഭാര്യനപ്പൊ നമ്മളേതായാലും കല്യാണം കഴിക്കാനും നോക്കാനൊന്നും പോവില്ല. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യണ്ട. ഇനി നമ്മളെ സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഏതാണ് നിങ്ങൾ നിക്കാഹിനെ തൊട്ട് ഒഴിവാവണം. അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് മറ്റൊരുത്തന്റെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂലെന്ന്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു മസല് നമ്മൾ പോകില്ല. നാട്ടിലേക്കെന്ന് പൊരുതിക്ക് കണക്ക് തീർത്ത് കിട്ടും. കാണാൻ പോവുകയാണെങ്കിൽ പാള പുറത്ത് വെച്ച് കെട്ടേണ്ടിയതൊന്നും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ആ മസല വല്ലാതെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വഴിദ്ദത്തി അവരെയാണ് നമ്മളെ ചർച്ച നടക്കുന്നത്. പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് തരും. ഇദ്ദയത്വത്തിൽ പെണ്ണ് ഒഴിവാവണം. എന്താ ഇദ്ദ? അതായത് മറ്റൊരു പുരുഷൻ തലാക്ക് ചൊല്ലിയതിന്റെ പേരിൽ ഇദ്ദ ആചരിക്കുന്ന പെണ്ണാണെങ്കിൽ ആ ഇദ്ദയത്വത്തെ ഒഴിവാവണം. അവിടെ ഞാൻ ചർച്ച ചെയ്യേണ്ടത് ഇദ്ദ 2 വിധമുണ്ട്. ചില ഇദ്ദ ആചരിക്കുന്ന പെണ്ണിനെ വിവാഹാലോചന കൊണ്ട് സൂചന നൽകൽ പോലും ഹറാമാണ്. പല സാധാരണക്കാരും ഞാനത് പറയാൻ കാരണം എന്താ, പല സാധാരണക്കാരും ഇങ്ങനെ വിളിക്കും. ചിലപ്പം മോളെ നിക്കാഹ് തലാക്ക് എല്ലിയിട്ടുണ്ടാവും. ഇദ്ദയുടെ കാലാവധി കഴിയണമെങ്കിൽ 2-3 മാസം കഴിയണം. അപ്പോഴായിരിക്കും വേറൊരു പുരുഷൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആക്സിഡന്റിൽ പെട്ട് ഭർത്താവ് മരിച്ചു, നല്ല ചെറുപ്പക്കാരെത്തിയ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അവർ രണ്ടാളും ബൈക്കുമ്പോ സഞ്ചരിക്കുകയായിരുന്നു. ആക്സിഡന്റ് പറ്റി ഭർത്താവ് മരിച്ചു. ഈ യുവതിയായ സ്ത്രീ പെൺകുട്ടി മരണത്തിന്റെ ഇദ്ദ ആചരിക്കുന്നു. ഏകദേശം എന്താവുന്നു 4 മാസം 10 ദിവസം കഴിയണം. ഈ പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന മറ്റൊരാളുണ്ട്. അപ്പൊ തന്നെ കല്യാണങ്ങളൊക്കെ തീരുമാനിച്ചു വെക്കുക, ഉറപ്പിച്ചു വെക്കുക. നിക്കാഹ് ചെയ്യുന്നില്ല. അത് പോയിക്കറിയാം നിക്കാഹ് ചെയ്യാൻ പറ്റൂലാണ്. നിക്കാഹൊന്നും ചെയ്യുന്നില്ല. ഈ ഇദ്ദ കഴിഞ്ഞാൽ അനക്ക് കല്യാണം കഴിച്ച് തരാം. അതൊക്കെ ഉറപ്പിച്ച് ശരിയാക്കി വെക്കുക. ഇദ്ദ കഴിയാൻ വേണ്ടി കാത്തിരിക്കുക, നിക്കാഹ് ചെയ്തു കൊടുക്കുക. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയും നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അവരതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ ാണ് ആ മസാല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒരു ഗർഭവാദ തീർത്ത പെൺകുട്ടിയെ 2ാമത് വിവാഹാലോചന നടത്തുമ്പോൾ ഈ പെൺകുട്ടിയെ എനിക്ക് അന്യപുരുഷന് കാണിക്കേണ്ട സമയം വയ്ക്കുന്നോ, എന്റെ പെൺകുട്ടിയെ മറ്റു പുരുഷൻ തലാക്ക് ചൊല്ലിയതാണ്, അല്ലെങ്കിൽ മറ്റേ ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ മരണത്തിന്റെ ഇദ്ദ ആചരിക്കുന്നതാണ്, അവരെ മറ്റൊരാൾ കല്യാണം ആലോചിക്കുന്നുണ്ട്, എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലേ? മിക്ക ആളുകൾക്കും അറിയില്ല. പല സാധാരണക്കാർക്കും ആ മസലൊന്നും അറിയില്ല. മസല അറിയില്ലാന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസുകളൊന്നും ഇല്ലല്ലോ അല്ലേ. തലാഖിന്റെ മസലും ഹുൽഇന്റെ മസലും ഫസ്ഖിന്റെ ഒക്കെ മസല ആരപ്പ വിശദീകരിക്കുന്നത്? ആർക്കും നേരമില്ല. അള്ളാഹു തആല വ്യക്തമായി പഠിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഇദ്ദയെ തൊട്ട് ഒഴിവാവണം. അവിടെ ഇദ്ദ 2 വിധം. ഒന്ന് റജഇയായ ഇദ്ദ, അതായത് മടക്കിയെടുക്കാൻ പറ്റാവുന്ന രൂപത്തിൽ തലാക്ക് ചൊല്ലിയത്. മറ്റൊരു ഇദ്ദ എങ്ങനെ വരും? മടക്കിയെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ തലാക്ക് ചൊല്ലിയത്. ഉദാഹരണം പറയാ, 3 തലാക്കും ചൊല്ലി 3 തലാക്കും അത് ചൊല്ലിക്കാണ് ഈ ഭർത്താവ്. ഇനി ഒരിക്കലും ഉറപ്പാണ് ആ 3 തലാക്കും ചൊല്ലിയ പെണ്ണിനെ ആ തലാഖിന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞ് മറ്റൊരു പുരുഷൻ അവന്റെ സ്വന്തഷ്ടപ്രകാരം കല്യാണം കഴിച്ച് അവന്റെ സ്വന്തഷ്ടപ്രകാരം ആ പെണ്ണിനെ തലാഖ് ചൊല്ലി ആ തലാഖിന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞിട്ടേ ഈ 3 തലാഖ് ചൊല്ലിയ പുരുഷന് ഇനി ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ചില നാട്ടിലേക്കും ചില ചെങ്ങായിമാരുണ്ട്, എന്താ ചടങ്ങുക്കാന്ന് ചില ആളുകൾ ആരോ കഷ്ടകാലത്തിനൊരു പെണ്ണിനെ 3 തലാക്കും ചൊല്ലി പല മൊയ്ലിയമാരെത്തും നടന്നു പോന്ന് ഇത് തലാക്ക് പോയിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. പക്ഷെ എല്ലാ മൊയ്ലിയമാരും പറഞ്ഞു അന്റെ തലാക്ക് 3 പെയ്ക്കണ്, ഇനി അവരെ ഇനി ഒന്നും ന്യായീകരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ പെണ്ണിനെ എനിക്ക് തിരിച്ചു കിട്ടണം. എന്നിട്ട് നാട്ടിൽ ചില ആൾക്കാർക്ക് ഒരു 10,000-15,000 കൊടുക്കുക. ഇത് തൽക്കാലം ആ പെണ്ണിനൊന്ന് കല്യാണം കഴിച്ചിട്ട് തൊടാനൊന്നും പാടില്ല, കല്യാണം കഴിച്ചിട്ട് തലാക്കില്ലെങ്കിൽ ഇത് ഒഴിവാക്കി കാത്തുന്നു ഉണ്ട്. നിങ്ങൾ അറിയത്
എന്നാ അതിനുള്ള ചില ആൾക്കാരുണ്ട്. നമ്മൾ എല്ലാം ബംഗാളികളെ ഏൽപ്പിക്കുമ്പോൾ അതൊക്കെ ഇനി വലിച്ച ബംഗാളികളെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ വരുമോ എന്നുള്ള പേടിയിലാണ് അപ്പൊ ഞാനുള്ളത്. ചില നാട്ടിലേക്ക് ഇപ്പൊ എല്ലാ പണിയും ബംഗാളികളെ ഏൽപ്പിക്കുക. അതേമാതിരി ഇനിയിപ്പൊ ചടങ്ങുക്കണ പണിയും ബംഗാളികളെ നമ്മളെ കൗമ ഏൽപ്പിക്കാനാവും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ചില ആളുകള് ഈ 3 തലാഖും ചൊല്ലിയ പെണ്ണിനെ തിരിച്ചു കിട്ടാനേ 10,000 ഉറുപ്പ്യ 5,000 കൊടുത്തെങ്ങാൻ ഈ പെണ്ണിനെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കുക, ഒന്നും തൊടാതക്ക് തലാഖല്ലി തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ പല സ്ഥലത്തും നടക്കുന്ന സംഭവ മക്കളെ. അതൊക്കെ നമ്മളൊരു മസലപരമായി ചില സദസ്സുകളിൽ ബന്ധപ്പെടുമ്പോഴാണ് അതൊക്കെ മനസ്സിലാവുക. ഞങ്ങൾക്ക് കേൾക്കണ ഇതിന്റെ മസല എന്താണ്? ഈ 3 തലാഖും ചൊല്ലിയ പെണ്ണിനെ മറ്റൊരു പുരുഷൻ അവന്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കണം. എന്നിട്ട് അവന്റെ എങ്ങനെ തൊടാതെ അങ്ങോട്ട് തലാക്കല്ലാന്നും പറ്റൂല. പതച്ചോനെ അതിന്റെയൊക്കെ മസല പറഞ്ഞ ഇബാറത്ത് ഞാൻ വായിക്കാൻ നിന്നാല് ചെറിച്ചു വന്നപ്പോലെ ഫുഖഹാക്കള് പറഞ്ഞ മസലെ. ആ രണ്ടാമത് കല്യാണം കഴിച്ച പുരുഷൻ അവന്റെ പൂർണമായ വികാരത്തോടു കൂടെ ഈ സ്ത്രീയിൽ ബന്ധപ്പെട്ട് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ തലാക്ക് ചൊല്ലി അതിന്റെ ഇദ്ദയും കഴിഞ്ഞിട്ടേ 3 തലാക്ക് ചൊല്ലിയ പുരുഷന് ഇനി പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ഇല്ലാതെ ഒരു മാമൂലിന് വേണ്ടി ഒരു ചടങ്ങ് എടുക്കുക. ഒരു മാമൂലിന് വേണ്ടിയിട്ട് 3 തലാക്കും ചൊല്ലിയ പെണ്ണിനൊരു മാമൂലിന് വേണ്ടി ചടങ്ങ് നിന്ന് തലാക്ക് ചൊല്ലിപ്പിച്ച് ഈ പെണ്ണിനെ തിരിച്ചെടുക്കുന്ന നാടുകളും ചില വ്യക്തികളുമുണ്ട്. അവര് ചിന്തിക്കണം, ഇതൊക്കെ നാട്ടേരെ മുമ്പില് രണ്ടാമതൊരു പുരുഷൻ കല്യാണം കഴിച്ചിരിക്കുന്നതിനൊക്കെ ബോധ്യപ്പെട്ടേക്കാം. 4 ആഖിറത്തിൽ ചെല്ലുമ്പോ 1-ാം നമ്പർ ഹറാമ് കാത്തി ജീവിച്ചവനാണെന്നുള്ളൊരു ബോധം വേണം. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ 3 തലാഖും അവിടെ നിൽക്കട്ടെ. അപ്പൊ 3 തലാഖും ചൊല്ലിയ ഒരു പെണ്ണാണ്. ആ പെണ്ണിന്റെ ഇദ്ദയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് മറ്റൊരു പുരുഷൻ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സൂചന നൽകി. എന്താ, എങ്ങനെ സൂചന? ഈ 3 തലാഖും ചൊല്ലിയ പെണ്ണിനെ ഈ രണ്ടാമതൊരു പുരുഷൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സൂചന നൽകുക. എങ്ങനെ സൂചന നൽകി? നല്ല ചൊൽക്കുള്ള പെണ്ണാലോ. എന്താ പിന്നെ നല്ല ചൊൽക്കുള്ള പെണ്ണാലോ എന്ന് പറഞ്ഞാൽ ഒരു സൂചനയാണ്. ഞമ്മക്ക് കിട്ടിയ തെറ്റില്ല എന്നതിലേക്കൊരു സൂചനയാണ് അത്. ഇപ്പൊ എന്തു ആവാ, ഇത് കാണാൻ നല്ല ചൊൽക്കുണ്ട്, അന്നൊക്കെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയാവാ. അങ്ങനെ അതിനർത്ഥമുണ്ട്. ഞമ്മക്ക് അന്നെ ആഗ്രഹമുണ്ട് എന്നതിലേക്കും ഒരു സൂചനയാണ്. ഇങ്ങനെ സൂചന നൽകാം. ഒരു റജഈ അല്ലാത്ത ഇദ്ദയാണെങ്കിൽ നേരെ മറിച്ച് ശ്രദ്ധിക്കണം. റജഈയായ ഇദ്ദയിലിരിക്കുന്ന പെണ്ണാണെങ്കിൽ സൂചന പോലും നൽകാൻ പാടില്ല. തൻചാവാമ. അപ്പൊ ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ 1-ഓ 2-ഓ തലാക്ക് ചൊല്ലി, ആ തലാക്ക് ചൊല്ലി ഇദ്ദയുടെ കാലാവധി കഴിയുന്നതിനു മുമ്പ് സൂചനാപരമായോ വ്യക്തമായോ മറ്റൊരു പുരുഷൻ വിവാഹാലോചന നടത്തൽ ഹറാമാണ്. അപ്പൊ മസ്അല എന്താകും? റജഈയായ ഇദ്ദ ആചരിക്കുന്ന പെണ്ണിനെ ഈ ഇദ്ദയുടെ കാലാവധി കഴിയുന്നതിനു മുമ്പ് ആ സ്ത്രീയെ വിവാഹം ആലോചിച്ച് പോയി കാണൽ തനിച്ച ഹറാമാണ്. മറ്റൊരു പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തന്റെ പെൺകുട്ടിയെ മറ്റൊരു പുരുഷന് കാണിച്ചു കൊടുക്കലും ഹറാമാണ് എന്ന് മാത്രം പറഞ്ഞ് 11:30 മണിയായിട്ടുണ്ട്. 1-2 അത്യാവശ്യം ഉണ്ടായത് കൊണ്ടും കുറെ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ നമുക്ക് തന്നെ ആദ്യം കേട്ടതൊക്കെ മറക്കാനും സാധ്യതയുണ്ട്. സമയം വല്ലാതെ നീളുമ്പോ നിങ്ങൾക്കും പ്രയാസമാവും. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഇന്ന് സഹിച്ചിരുന്നവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തി അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ വളർന്ന് വലുതാവുമ്പോ അല്ലെ, നമ്മളൊക്കെ കല്യാണം കഴിച്ചു അൽഹംദുലില്ലാ, ചിലപ്പം പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവൂല. നമ്മുടെ പെൺമക്കളെ നമ്മുടെ ആൺമക്കൾക്കൊക്കെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോ ഈ സുന്നത്തുകളൊക്കെ പരിഗണിച്ച് അനിസ്ലാമികമായ രൂപങ്ങൾ കടന്നു വരാതെ നിക്കാഹുകളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഞാൻ കൂടുതൽ മസ്അലകളിലേക്കൊന്നുമല്ല കടന്നത്. സാധാരണക്കാരോട് പറയുമ്പോ ചിലവരൊക്കെ ചിന്തിക്കും, എന്ത് ചിന്തിക്കും? അത് ശരിയാണല്ലോ ഉസ്താദെ, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന പുരുഷന്
ഒന്നാമത്തെ നോട്ടം കൊണ്ട് തന്നെ കാര്യം തീരുമാനമായാൽ രണ്ടാമത്തെ നോട്ടം ഹറാമാണെന്ന് വരുമ്പോ ഈ ചെറുപ്പക്കാരന്റെ ഒപ്പം വന്ന ചെക്കന്മാർക്ക് ഇന്റെ പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവം നമ്മളെ രക്ഷിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയടക്കം വിശദീകരിച്ചു പറഞ്ഞത്. ഈ ചെറുപ്പക്കാരനും ചിന്തിക്കണം, എനിക്ക് ഒന്നാമത്തെ നോട്ടം കൊണ്ട് തീരുമാനമായാൽ രണ്ടാമത്തെ നോട്ടം എനിക്ക് തന്നെ ഹറാമാണെങ്കിൽ എന്റെ ഒപ്പമുള്ള എന്റെ സ്നേഹിതന്മാർക്ക് ഈ പെണ്ണിനെ കാണിച്ചു കാണാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കുന്നതിന്റെ ഗൗരവം എത്രയാണ് എന്ന് ചെറുപ്പക്കാർക്കും ചിന്തിക്കാനൊക്കെ ഉപകരിക്കും എന്ന നിലക്കാണ് അത്രയും അത് വിശാലമായി പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെയും നമ്മുടെ പെൺകുട്ടികളൊക്കെയും കാണാൻ വരുമ്പോ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോ അവരുടെ രണ്ട് മുൻകൈയും മുഖവും ഞാൻ വെറുതെ ദേശം വായിച്ച് ഞാൻ നിങ്ങളെ സ്വീപ്പാക്കിയതല്ല. കാരണം മുഖത്തേക്ക് നോക്കിയാൽ ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ആന്തരികമായ ഭാഗങ്ങളുടെ അവസ്ഥ ഒക്കെ അറിയും. അതൊക്കെ മഹാന്മാര് ഫിഖിന്റെ കിതാബിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ വലക്ക മുനുങ്ങാനെങ്കിലും വിരലും അറ വേണം എന്ന് പറഞ്ഞ മാതിരി മസലകളും കിതാബിൽ പറഞ്ഞതാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കാണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ മുഖലക്ഷണം അറിയുന്ന ഒരു വ്യക്തിക്ക് ആ പെണ്ണിന്റെ ശരീരപ്രകൃതി അറിയാൻ പറ്റും, ഭംഗി അറിയാൻ പറ്റും. രണ്ട് മുൻകൈയിന്റെ ഉള്ളും പുറം നോക്കാം. മുൻകൈയിന്റെ ഉള്ളും പുറം നോക്കാം. പക്ഷെ നോക്കാനുള്ള സൗകര്യം അവരെ ഒറ്റ കാര്യം കൂടി ഉണർത്തുക. ചില പെൺകുട്ടികളൊക്കെ കാണാൻ ചെന്നാ കാണാം. ഞാൻ ഒറ്റൊന്നിനെ കണ്ടിട്ടുള്ളൂ. ഞാനിതിപ്പോ കൂടുതൽ പരിചയമില്ല. ഞാൻ അൽഹംദുലില്ലാ ഒറ്റൊന്നിനെ ഞാൻ കാണാൻ പോയിട്ടുള്ളൂ. അത് നമുക്ക് തൃപ്പതിപ്പെട്ടു. അതിനെ നമ്മളിങ്ങോട്ട് പോകുന്നതാ. അപ്പൊ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ കാണാൻ നോക്കാം. അത് പറ്റില്ല, അതിനെ പറ്റില്ല 15 20 കണ്ടിട്ടുണ്ടാവും. അവസാനം അത് മടുക്കും. അവസാനം ഒരു 20 കാണുമ്പോ ഇവനും മടുത്ത്, ബ്രോക്കറും മടുത്ത്, കുടുംബം മടുത്ത്. ഇനി എന്തായാലും വേണ്ടിയില്ല അതന്നെ. എല്ലാം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ കുറെ കാണാനാണ്. ബ്രോക്കറും മടുത്ത് എങ്ങനെ ഏനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവൻ 3 കൊല്ലം ദുബായിൽ നിന്ന മനുഷ്യനാണ്. ഇവന്റെ പിന്നെ കേരളത്തിലെ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുക അല്ലേ? ശരിയില്ലേ? 3 കൊല്ലം ദുബായിൽ ജോലി ചെയ്തിട്ട് നേരം വെക്കുമ്പോ വൈകുന്നേരം വരെ ആ സൈസുകളെ കണ്ട് ഇവൻ ഇപ്പൊ നാട്ടിൽ വന്ന ഇവർക്ക് പെൺകുട്ടികളെ ഇഷ്ടപ്പെടുക. ഇവൻ ഇങ്ങനെ പെണ്ണ് കാണാൻ ആക്കുമ്പോ നേരെ ദുബായിക്കാ പെണ്ണ് ചിന്ത പോകുന്നത്. അതേമാതിരിക്കുള്ള പെണ്ണ് കേരളത്തിൽ കിട്ടണം. അതല്ല നോക്കിങ്ങള്, പെണ്ണൊരുമ്പത്താൽ ഒരുങ്ങാത്ത ഒന്നുമില്ല എന്നാണ് ഏതൊരു കവി ചൊല്ലിയത്. പെണ്ണിന്റെ വർത്താനം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് ഉത്സാഹമാവും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അല്ല, ഞാൻ തമാശ പറയല്ല, ഇതൊക്കെ ഒരു ഭവിഷ്യത്താ ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ കുറെ കാണാനാണ്. ഓ മടുത്ത് അവസാനം ഓനത് ഇനി കാണാൻ പോകുന്നതാണ് ഉറപ്പിക്കാനും തീരുമാനിച്ചിട്ടാണ് 20ാമത്തെ പെണ്ണ് കാണാൻ പോകുന്നത്. അങ്ങനെ ഓനത് കെട്ടിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ ഇവന്റെ കൽബില് ഇതിനേക്കാൾക്ക് നല്ലത് നമ്മൾ ആ 5ാമത് കാണാൻ പോയ പെണ്ണേന് നല്ലത്. അല്ലെങ്കിൽ 6ാമത് കാണാൻ പോയ പിന്നെ ഇവന്റെ കൽബിൽ വരുന്നത് 2 ദിവസം കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ ഇവന്റെ കൽബിൽ എന്താ വരുന്നത്? ഇതിനേക്കായി നല്ലത് നമ്മൾ ഇന്നാളെ വെങ്ങാട് പോയിട്ടൊന്ന് കണ്ടിരുന്നില്ല, അതിന് മതിയാണ്. അപ്പൊക്ക് പെങ്ങൾ ഇങ്ങേപ്പുറത്ത് വന്നിട്ട് ഈ ചെയ്വ് എന്താ നമ്മൾ ആ മൂർഖനാഥിന്ന് കണ്ട പെണ്ണുണ്ടല്ലോ, നല്ല പെൺകുട്ടിയാണ്. ഏതൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പെരയിൽ പോയി 1ാം തക്കാലം കഴിഞ്ഞിട്ട് അപ്പൊ ഇവര് തമ്മിൽ വർത്താനം പറഞ്ഞത് നമ്മൾ ഇതിനേക്കായും ചോദിക്കും മൂർഖനാഥന് കണ്ടതേന്, ഇതിനേക്കായും ചോദിക്കും വളാഞ്ചേരിന്ന് കണ്ടതേന്. ഇവന്റെ കൽബന്തായി മടുത്ത്. പിന്നെ ഈ പെണ്ണിനോട് സ്നേഹം ഇല്ലാതായി. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ തലാഖിലാണ്ട് അവസാനിക്കുന്ന എത്ര കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ പെൺകുട്ടികളോടും പറയാം, എന്റെ ക്ലാസ് കേൾക്കുന്ന പെൺകുട്ടികളോട്, നിങ്ങൾക്കൊരു അവകാശമുണ്ട്. നിങ്ങളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു വരുന്ന ഒരു ഭർത്താവ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ 2 മുൻകൈയിലേക്ക് നോക്കാൻ, 2 മുൻകൈയിന്റെ ഉള്ളും പുറവും നോക്കാൻ ഈ ഭർത്താവിന് അവകാശമുണ്ട് അല്ലേ? അതിങ്ങനെ മെല്ലെ മാക്സിന്റെ ഉള്ളിലേക്കും കൈ തിരികിച്ച് അല്ലെങ്കിൽ ജുലിദാരിന്റെ ഉള്ളിലേക്കും കൈ തിരികെ നിന്നാല് നിങ്ങളെ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പുരുഷന് നിങ്ങളുടെ ശരീരം മിനുസെന്തോ ഇല്ലെന്ന് അറിയാൻ പറ്റൂല. അങ്ങനെ നമ്മൾ കാണിച്ചാണ് കൊടുക്കണം. എല്ലാ ആഴ്ചയിലും നമ്മൾ മസലാണ് പറഞ്ഞു കൊടുക്കണം. ചില പെണ്ണുങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞേക്കാം, കാണാൻ പോകുമ്പോ ഓല് നാണം കൊണ്ടായിരിക്കും
ഈ കയ്യൊക്കെ ഷാലിന്റെ ഉള്ളിലും എവിടെങ്കിലൊക്കെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അല്ല, ഈ പുരുഷന്റെ ഒരു അവകാശാണ്. ഈ പുരുഷന്റെ ഒരു അവകാശ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ശരീരം അത് മിനുസമുള്ളതാണോ, മൃദുലമായതാണോ, വരമുള്ളതാണോ, അത് എങ്ങനെയാണ് ആ ശരീരത്തിന്റെ തൊലിയുടെ പ്രകൃതി, അത് രണ്ട് മുൻകൈ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ആ മുൻകൈ ഈ പുരുഷന് കാണാനുള്ള അവകാശമുണ്ട് ഈ പെണ്ണിൽ നിന്ന്. ഈ സമയത്ത് അത് കാണിച്ചു കൊടുക്കാൻ ഈ പെണ്ണും തയ്യാറാവണം. പിന്നെ കല്യാണം കഴിഞ്ഞിങ്ങാണ്ട് ഇതെന്താ അങ്ങനെ, ശരീരമൊക്കെ അങ്ങനെയാണ്, ശരീരമൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞ് നമ്മൾ പിന്നെ കമ്പലേഞ്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ വിശുദ്ധമായ ഇസ്ലാം നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ശരീരപ്രകൃതിയൊക്കെയും അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ആ മുൻകൈ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് തെരഞ്ഞെടുക്കുക. മുഖത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നോല് ആ ലക്ഷണങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താക്കുക, ഒന്ന് നോക്കുക. മുഖം ചപ്പിയതാണോ, മുഖം ഉരുണ്ടതാണോ, മുഖത്തിന് മൂക്ക് ചപ്പിയതാണോ, മൂക്ക് ഉരുണ്ടതാണോ, മൂക്കിന് വളവുണ്ടോ, മൂക്കിന് വളവുണ്ടെങ്കിൽ ഇന്ന രൂപാണ്, ഉരുണ്ട മൂക്കാണെങ്കിൽ ആ പെണ്ണിന്റെ സ്വഭാവം ഇന്നതാണ്, മൂക്ക് ചപ്പിയതാണെങ്കിൽ ആ പെണ്ണിന്റെ സ്വഭാവം ഇന്നതാണ്. ഇതൊക്കെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും. ഉസ്താദെ ഇതൊക്കെ ഒന്ന് ആദ്യം എടുക്കേണ്ട ക്ലാസ്സാണ്. ഇതൊക്കെ ഉസ്താദ് KMIC കേറിയ കാലത്ത് എടുക്കുകയാണെങ്കിൽ പെണ്ണെത്താൻ പോകുമ്പോ ഇതൊക്കെ ഒന്ന് നോക്കായിരുന്നു. അള്ളാഹു താല ഉള്ളത് കൊണ്ട് തൃപ്പതിപ്പത്ത് മുന്നോട്ട് പോവാനുള്ള തൗഫീഖ് അള്ളാഹു താല നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില മസലകളാണ് ഈ ഇദ്ദയിലിരിക്കുന്ന സഹോദരിയെ നിക്കാഹ് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും, അല്ല ഇദ്ദ കഴിഞ്ഞിട്ടാണ് നിക്കാഹ് വരിക. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ കാണലും പൊരിക്കലും ഒരു തീരുമാനത്തിലൊക്കെ എത്തല് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ മഹത്തായ തൗഫീക്ക് കൊണ്ട് അത്തരം കാര്യങ്ങൾ നാളെ വരും. അതിന്റെ വേറെയും ഈ സന്ദർഭങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അള്ളാഹ് കൂട്ടത്തിൽ നമുക്ക് അതിന്റെ മസാലൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോ സ്ത്രീകളുടെ കുറിച്ചാണ് ചർച്ചയെങ്കിലും സാന്ദർഭികമായി ഇന്നലെ ഞാൻ ഉണർത്തിയതുപോലെ ഒരു കുട്ടിയെ കാണുമ്പോ നമുക്ക് ഇഷ്ടപ്പെടും. കല്യാണം ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഈ കുട്ടി ഇനി വേറെ ആർക്കും കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആഭരണം കൊണ്ടുപോയി കിട്ടും. ആ ആഭരണം ചിലപ്പോൾ യാദൃശികമായി കല്യാണം നടന്നില്ലാന്ന് വരും. അപ്പൊ അത് ആഭരണം തിരിച്ചു വാങ്ങാൻ പറ്റും. അതൊക്കെ ഒന്ന് സാന്ദർഭികമായി ഒന്ന് അറിഞ്ഞാല് നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ വലിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മളൊരു കാരണവരി എന്ന നിലക്ക് ആ പ്രശ്നത്തിലൊക്കെ ഒന്ന് ഇടപെടുമ്പോ അതിന്റെ ഒരു ഇസ്ലാമിക ഫിഖിയായ മസാലകളൊക്കെയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുമ്പോൾ സദസ്സിൽ സംസാരിക്കാനും നമുക്ക് സാധിക്കുമല്ലോ. ലാജിക്ക നമ്മളെ കൂട്ടായി അബൂബക്കർ ഒരു കാരണവരാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി, ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോ ചിലപ്പോ എന്താണ് ഇപ്പൊ അത് ഈ ആഭരണം തിരിച്ചു തരുന്ന അതിന് ചിലവ് തിരിച്ചു തരൂല. അതൊക്കെ എത്രയോ സ്ഥലത്തുണ്ട്. അത് ഞങ്ങൾ തിരിച്ചു തരൂല, നിങ്ങളിപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടേ കൊള്ളുന്നത് എന്നൊക്കെയും പറഞ്ഞ് ചൂടാവുന്ന ചില നാട്ടുകാരും കാണാം. അപ്പൊ അവരൊക്കെ നമ്മളൊരു ഇസ്ലാമിക നിയമം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ സാധിക്കുമല്ലോ. അതൊക്കെ എല്ലാ മസലും ഇപ്പൊ ഞമ്മക്ക് ആവശ്യമില്ലായത് കൊണ്ടല്ല. ഏതായിരുന്നാലും അള്ളാഹു തആല ആവശ്യമായതൊക്കെ കേൾക്കാനും വളരെ ചുരുങ്ങിയ വിഷയം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഓരോ മസാലയുടെ ഗൗരവത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഇത്തരം ഇനിയിപ്പോ നമ്മൾ ഈ ക്ലാസ് റൂമിൽ ഒന്നിപ്പോ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോ 4 ചെക്കന്മാരേറ്റ് പോകുന്ന ഒരു ചെറുപ്പക്കാരൊന്നിപ്പോ ഈ ക്ലാസ് റൂമിൽ ഉണ്ടാവൂല. നമ്മളൊരു സുഹൃത്ത് പെണ്ണ് കാണാൻ പോവുകയാണ്, അതന്നെ അല്ലേ ഹാഷിമെ? നമ്മളൊരു സുഹൃത്ത് ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്. പെണ്ണ് കാണാൻ പോകുമ്പോ 4 ചെക്കന്മാരേറ്റാ പോകുന്നത്. ഇജങ്ങട്ടാ ഞാനൊരു പെണ്ണ് കാണാൻ പോവുക, ഈ ചെക്കന്മാരെന്തിനാ ഓലിന്റെ ഒപ്പം പോരുക, ഒന്ന് വിളിച്ച ആ പുരാപ്പളയായി പോകുന്ന ചെറുപ്പക്കാരനെ മെല്ലെ ഒന്ന് സ്വകാര്യമായിട്ട് വിളിക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനൊക്കെ ഒരു ചെറിയ കാര്യം പറയാം. നിനക്ക് തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മസാല. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു പുരുഷനെ എത്ര പ്രാവശ്യം നോക്കാന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അനക്ക് തന്നെ അതിന്റെ വിധി ഇങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ നിന്റെ ഈ സുഹൃത്തുക്കൾക്ക് നീ ഉദ്ദേശിക്കുന്ന പെണ്ണിന് കല്യാണം കൊടുത്താൽ ചിലപ്പോ അതിനേക്കായി മുസീബത്താവും. ഇപ്പൊ ഓർമ്മ വന്നതാ, ഇപ്പൊ കിട്ടിയ വാർത്താനാണ് മതി ഓർമ്മ വന്നതാ. ഒരു സ്ഥലത്തുണ്ടായത് പെണ്ണ് കാണാൻ വേണ്ടി അവനാന്റെ 2 സുഹൃത്തുക്കളെയും കൂട്ടിപ്പോയി. ഈ ഒപ്പം പോയ അതിലൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല. പെണ്ണിനെ എല്ലാരും പാടെ നിന്ന് കണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തറവാദപരമായി തീരുമാനിച്ച ചെറുപ്പക്കാരനും
ഓന്റെ സുഹൃത്തായ ചെറുപ്പക്കാരി എല്ലാരും പാടെങ്ങനെ പെൺകുട്ടി വള്ളം കൊണ്ടു കൊടുക്കാണ്, എല്ലാരും പാടെന്ന് ഇങ്ങനെ കാണുകയാണ്. പക്ഷെ ഇതില് മറ്റേ ഒപ്പം പോയ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട്. ഈ പെണ്ണിനെ ഉപയോഗിക്കാൻ ചോദിച്ചാ ഈ പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഇവൻ എന്ത് ചെയ്ത് ആ പെണ്ണിന് ഇവനിക്ക് കിട്ടാനുള്ള എല്ലാ മാവ് കണ്ട് പറ്റി. അവസാനം ആ പെണ്ണ് യഥാർത്ഥത്തിൽ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരൻ ആ പെണ്ണ് കിട്ടാത്ത അവസ്ഥയും വന്നു. ഇവൻ കുറെ സങ്കടപ്പെട്ടു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഇവനിക്കായിരുന്നു യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്. പക്ഷെ ഇവന്റെ സുഹൃത്തുക്കളെ ഒപ്പം കാണാൻ കൊണ്ടുപോയതാണ്. പക്ഷെ മുതലാണ്ട് പോയി മാത്രം. അതേമാതിരിക്ക് ഒരു അനുഭവം പറയാം. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ച് അവന്റെ വാട് ഈ സ്നേഹിച്ച ചെറുപ്പക്കാരന്റെ ഒരു കൂട്ടുകാരൻ, ഒരു ഓട്ടോറിക്ഷ ദൈവം. അങ്ങനെ എന്ത് ചെയ്തു, ഇവൻ ഈ സ്നേഹിച്ച് കല്യാണത്തിന് തീരുമാനിച്ച് ഗൾഫിൽ പോയി. അങ്ങനെ ഇവൻ സ്നേഹിക്കപ്പെടുന്ന പെണ്ണിന് പോകാനും വരാനൊക്കെ എന്ത് ചെയ്തു, ഇവന്റെ സുഹൃത്തായ ഓട്ടോറിക്ഷ ദൈവരെ ഏൽപ്പിച്ചു. ഇവനെ വിളിച്ചാൽ മതിനാണ്. എനിക്ക് എങ്ങനെയും പോകാനും വരാനൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ വിളിച്ചാൽ മതി. ഞാനിന്റെ അത് ഈ കുടുംബവും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഓട്ടോറിക്ഷ ദൈവനും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പുരാപ്പലിനും ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം ഇവരമ്മയാണ്ട് രോഗിയായി. ഈ ഓട്ടോറിക്ഷത്തിനാണെങ്ങാണ്ട് ഇവരാണ്ട് രോഗിയായി. ഇവൻ കയ്യിലാക്കി. അൽഹംദുലില്ലാ ഈ ഓട്ടോറിക്ഷ ദൈവം ഈ പെണ്ണിനെ കല്യാണം കഴിച്ച് അവർ ഫാമിലി സഹിതം UAE-ലോ ജിദ്ദയിലോ എവിടെ താമസിക്കുന്നുണ്ട്. മറ്റോ പൊന്നൻ ഗൾഫിൽ നിന്ന് വന്നു നോക്കുമ്പോ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭൗതിക വശങ്ങളാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹറാമാണ്. ഇതൊക്കെ ഇതിന്റെ ഭൗതിക വശങ്ങളാണ്. വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു, നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കണ്ട. പെണ്ണ് നല്ല കാണാൻ ചോദിക്കല്ല പെണ്ണേക്കാലം. നീ നിനക്ക് എല്ലാ നിലക്കും ഇഷ്ടപ്പെട്ട് നീ കിട്ടിയാല് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണായിരിക്കും. പക്ഷെ നിന്റെ ഒപ്പമുള്ള നിന്റെ സുഹൃത്ത് ഈ പെണ്ണിനെ കണ്ടപ്പോൾ നിനക്ക് ആ പെണ്ണ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട ചരിത്രങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് അല്ലാഹു തആല നല്ല ദാമ്പത്യ ജീവിതം നമുക്കും ഇനി കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെയും അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. സമയം വൈകിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ആരും ഇങ്ങനെ ഇരിക്കുകയാണ്, ആരും മൈക്കേക്ക് വരുന്നില്ല. ഇത് കണ്ടപ്പോ ഞാൻ അങ്ങനെ തുടർന്ന് പോയിന്ന് മാത്രം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ചില മസാലകളൊക്കെ തിരിയാൻ ഞാൻ ചില തമാശക്കും പറഞ്ഞിട്ടുണ്ടാവൂട്ടോ, അങ്ങനെയല്ലേ. ചില മസാലകൾക്കാണ് നമ്മൾ ചെറുശോൽ ഉസ്താദ് അള്ളാഹു അവരത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മഹാനായ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് രണ്ടാളും മരണപ്പെട്ടു പോയവരെ, രണ്ടാളിന്റെ ഉസ്താദുമാരാണ് നമ്മുടെ നേതാക്കന്മാരുമാണ്. അപ്പൊ ഇസ്മായിൽ ഉസ്താദിന്റെ ക്ലാസ് നല്ല രസമാണ്. ഇസ്മായിൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ ആരും ഉറങ്ങൂല, നല്ല ഹരാണ് ഉസ്താദിന്റെ ക്ലാസ്. ഇസ്മായിൽ ഉസ്താദിന്റെ ക്ലാസ് നല്ല ഹരായിരിക്കും. കാരണം ഉസ്താദ് ഇങ്ങനെ വിദ്യാർത്ഥികളെ രതിക്ക് സെറ്റപ്പ് ആക്കിയിട്ടാണ് ഉസ്താദ് ക്ലാസ് എടുക്കുക. ചെറുശോൽ ഉസ്താദ് അങ്ങനല്ല. ചെറുശോൽ ഉസ്താദ് ഇങ്ങനെ പല്ല ഒരു മിനിറ്റ് നമുക്കിത് മൈക്ക വിട്ടിട്ട് അതിലേക്ക് കയറാം. ചെറുശോൽ ഉസ്താദ് എന്ത് ചെയ്യും, മെല്ലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കം പോലെ പറയാം. പക്ഷെ എന്ത് ചെയ്യും, ചെറുശോൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഇരുന്ന് ഉറങ്ങുക ചെയ്യുക. മിക്ക കുട്ടികൾ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങും. കാരണം ഉസ്താദിന്റെ ഒരു ശൈലി അങ്ങനെയാണ്. എന്നാ ഇസ്മായിൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ ഒരാളും ഉറങ്ങൂല, എല്ലാവരും നല്ല സെറ്റപ്പ് ആവും. അപ്പൊ ഒരിക്കൽ ചെറുശോൽ ഉസ്താദ് ഇസ്മായിൽ ഉസ്താദിനോട് ചോദിച്ചു, ഇന്റെ ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഇങ്ങനെ ഉറങ്ങുക, ഞാൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാ തോന്നുന്നത്. നിങ്ങളെ ക്ലാസ്സിൽ കുട്ടികൾ നല്ല ഉത്സാഹമല്ലോ, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച്. അപ്പൊ അന്ന് ഒരു സംഭവം പറയാണ്. അപ്പൊ എന്ന മാതിരി എന്ത് വേണം, നമ്മള് ക്ലാസ്സിന് നിങ്ങളൊക്കെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില തമാശകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. സഹോദരിമാരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ തമാശയിൽ പറഞ്ഞ വലിയ വലിയ മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെയും വിഷയങ്ങൾ വിശദീകരിച്ചത് അറിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇസ്ലാമികമായ സുന്നത്തുകളുടെ ഗൗരവം മനസ്സിലാവുക. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദേശത്ത് ഞാനൊരു തമാശയിൽ പറഞ്ഞു എന്ന് മാത്രം. അതും വെറുപ്പുകളൊന്നും വിചാരിക്കരുത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് സമയം ഒരുപാടായിട്ടുണ്ട്. തൽക്കാലം എന്ത് ചെയ്യുന്നു, ക്ലാസ് റൂം ക്ലോസ് ആക്കാനോ എന്താ ചെയ്യുന്നത് അറിയില്ല. ഞാൻ ഏതായാലും മൈക്ക വിടുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം.